കമലം സന്തതം വിടുന്നേ. വളരെ ശ്രദ്ധാഭക്തി പുരസ്സരം ഭാഗവതം ആസ്വദിക്കാൻ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും സവിനയം നമസ്കാരം. ഒരു നിലയ്ക്കും വേർപിരിക്കാനാവാത്ത വിധം ലീലകൾക്കും സഹായം രാധാറാണിയായിക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനോടൊപ്പവും വാണീദേവിയായിക്കൊണ്ട് ബ്രഹ്മാവിനൊപ്പവും ശക്തിയായിക്കൊണ്ട് ശിവനോടൊപ്പവും ലക്ഷ്മിയായിക്കൊണ്ട് വിഷ്ണു ഭഗവാനോടൊപ്പവും ഒക്കെ പരിലസിക്കുന്ന ജഗദംബികയെയും ഒരേ സമയം മഹാദേവനായിട്ടും ബ്രഹ്മാവായിട്ടും വിഷ്ണുവായിട്ടും ഒക്കെ ഇരുന്നുകൊണ്ട് ലോകരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഭഗവാനെയും ഒരിക്കലും വേർപ്പെടുത്തി കാണാൻ സാധ്യമല്ല. ശിവശക്തിയായുക്തോ യദി ഭവതി ശക്തഃ പ്രഭവിതും നചേദേവം ദേവോ നഖലു കുശലസ്പന്ദിതുമപി എന്നിങ്ങനെ സൗന്ദര്യ ലഹരിയുടെ തുടക്കത്തിൽ ഈ ശിവൻ തന്റെ സൃഷ്ടിയാദികളായിരിക്കുന്ന ലീലകളെ ചെയ്യാൻ യോഗ്യനായി തീരുന്നത് ശക്തിയോട് കൂടിയിരിക്കുമ്പോഴാണ്. ശിവാനന്ദ ലഹരിയുടെ തുടക്കത്തിലാണെങ്കിൽ കലാഭ്യ എന്നിങ്ങനെ കലയോട് കൂടിയിരിക്കുന്ന ശ്രീ മഹാദേവനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. ഈ വിധത്തിൽ ഒരിക്കലും വേർപിരിക്കാനാവാത്ത വിധത്തിൽ ചേർന്നിരിക്കുന്ന ശിവശക്തിമാരുടെ രാധാകൃഷ്ണന്മാരുടെ ലക്ഷ്മി ഭഗവതിയുടെയും നാരായണന്റെയും ഒക്കെ ആ ചേർച്ചയെക്കുറിച്ച് ഒരിക്കലും വേർപെടുത്താനാവാത്ത വിധത്തിലിരിക്കുന്ന അവരുടെ ചേർച്ചയെക്കുറിച്ച് പല ഗുരു പറഞ്ഞു തരാനാണ് ഓരോ പ്രകരണങ്ങളിലൂടെയും ഭാഗവതം ഇതിൽ ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങളൊക്കെയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഇരുട്ട് വന്നാൽ പേടിക്കുന്ന സ്വഭാവമാണ് കൃഷ്ണനുള്ളത്. രാധ കൂടണമെങ്കിൽ പേടിയുണ്ടാവില്ല. മേഘൈർമേഘുരമംഗജം വനഭുവശ്യാമാസ്തമാലദ്രുമൈഃ നക്രം ഭീരുരയം. ഇവനാകൊരു പേടിത്തൊട്ടനാണ്. ത്വമേവ തദിമം രാധേ ഗൃഹം പ്രാപയ. രാധ നീ വേണട്ടോ ഈ കൃഷ്ണ ഒന്ന് വീട്ടിലേക്ക് എത്തിക്കാൻ. ഈ ഇരുട്ടുമൂടിയിട്ടുള്ള കാട്ടില് മരങ്ങളുടെ ഛായയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ രാധാറാണിയോട് കൂടിയിട്ട് ഭഗവാൻ ചെയ്ത ലീലാവിലാസങ്ങൾക്കൊക്കെ തുടക്കമായ കാഴ്ചയെ അഷ്ടപതിയുടെ നടക്കത്തിൽ ഗീതഗോവിന്ദകാരൻ വർണ്ണിക്കുമ്പോൾ ഇങ്ങനെയാണ്: ഭീരുരയം. ഈ കൃഷ്ണൻ ഭീരുവാണ്. രാധ കൂടെ ഉണ്ടെങ്കിൽ കൃഷ്ണ പേടിയില്ല എന്നാണ്. അതുപോലെ ശക്തി കൂടെ ഉണ്ടെങ്കിൽ ശിവൻ പ്രവർത്തിക്കാൻ യുക്തനായി തീരുന്നു.
വാണീദേവി കൂടെയുള്ളപ്പോൾ വേദത്തെ വികസിപ്പിക്കാൻ വിധി യോഗ്യനായിത്തീരുന്നു. ലക്ഷ്മീദേവി ഒപ്പമുള്ളപ്പോൾ വിശ്വത്തെ സമൃദ്ധമാക്കി നിലനിർത്താൻ വിഷ്ണു ശക്തനായി ഭവിക്കും. ഇങ്ങനെ ഓരോരുത്തരുടെയും ഒപ്പം അവർക്ക് അവരുടെ ചാലക ശക്തിയായിട്ട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്നത് യാതൊരു ചിന്മയിയായിരിക്കുന്ന അമ്മയാണോ, ആ അമ്മയെ ഉമയെന്നും രമയെന്നും വാണിയെന്നും വെവ്വേറെ കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഗുരുവായൂരപ്പനെയും ശ്രീമഹാദേവനെയും ബ്രഹ്മാവിനെയും ഒന്നും വെവ്വേറെ കാണാൻ സാധിക്കില്ല. ഇവരൊക്കെ ആയിട്ടിരിക്കുന്നത് ഒരാൾ തന്നെയാണ്. ഇവര് ഒരേ സമയം ഭഗവാനായിട്ടും ഭഗവതിയായിട്ടും രണ്ടാമത്തെ നിലയ്ക്ക് ഇങ്ങനെ കാണപ്പെടുന്നുവെങ്കിലും അവരെ ഒരിക്കലും വേർതിരിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഈ ജഗത്ത് എന്നുള്ളത് ഇവിടെ നിലനിൽക്കില്ല. എപ്പോഴും ഇങ്ങനെ ചേർന്നിരിക്കുന്നവരാണ് ഇവര്. താൽക്കാലികമായിട്ടുള്ള വേർപാട് പോലും വലിയ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രകരണമാണ് ദക്ഷയാഗം. സതീദേവിയുടെ വിയോഗം കൊണ്ട് ഉണ്ടായ കോലാഹലങ്ങൾ വർണ്ണിക്കുന്നു ഇവിടെ. മഹാദേവനെയും ഗുരുവായൂരപ്പനെയും ഒക്കെ വെവ്വേറെയായിട്ട് കണ്ടതുകൊണ്ട് ദക്ഷന്റെ കാറ്റുപോയ കഥ ഇവിടെ വർണ്ണിക്കുന്നു. ഇവരൊക്കെ പലതായിട്ട് കാണുന്നവർക്ക് അപകടം പറ്റി അവര് അധപ്പതിക്കുകയേ ഉള്ളൂ എന്ന് ബോധിപ്പിക്കുകയാണ്. ദക്ഷയാഗത്തിന്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ ഈ കഥ ഇവിടെ ചോദിക്കാൻ കാരണം എന്താണ്? വിദുര മൈത്രേയ സംവാദ രൂപത്തിലാണ് ഈ ഭാഗമൊക്കെ പറഞ്ഞു വരുന്നത്. മൈത്രേയ വിദുരർക്ക് പണ്ട് ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിച്ച സമയത്ത് ആ ഉപദേശങ്ങളൊക്കെ അടുത്തിരുന്ന് കേട്ട ആളാണ് മൈത്രേയർ. അതൊക്കെ വിദുരർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് ഗുരുവായൂരനെ ഏൽപ്പിച്ചിട്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ ആ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ലോകർക്കൊക്കെ ഈ വിജ്ഞാനം പകരാൻ ഉള്ള ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മൈത്രേയര് ഏകാദശ സ്കന്ധത്തിൽ ഉപദേശ രൂപേണ പറഞ്ഞു തരുന്ന ഉപനിഷത് സാരങ്ങളെ ഇവിടെ വിദുരർക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ ആദ്യം ചില നേരിട്ടുള്ള ഉപദേശങ്ങളായിട്ടും പിന്നെ ചില കഥകളിലൂടെയും ഒക്കെ പറഞ്ഞു തരുന്നത് കാണാം. അപ്പൊ അതിൽ ആദ്യം ഒരു കഥാന്നുള്ള നിലയ്ക്ക് ഇപ്പൊ കപിലോപദേശം എന്നുള്ള ആ ഒരു ഭാഗം ഉപദേശം എന്ന നിലയ്ക്ക് അതിനെ കുറച്ചുകൂടി ഒരു കഥാന്നുള്ള നിലയേക്കാൾ കൂടുതൽ ഉപദേശത്തിനാണുള്ള പ്രസക്തി. എന്നാൽ ഇവിടെ കുറച്ചും കൂടി ഒരു കഥയുടെ സ്വഭാവം പ്രകടിപ്പിക്കുന്നത് ആണ് ഈ ദക്ഷയാഗം ധ്രുവചരിതം പോലെയുള്ള പ്രകരണങ്ങൾ. ഇവിടെ വിദുരര് മൈത്രേയനോട് ചോദിക്കുകയാണ്, ശീലവതാം ശ്രേഷ്ഠേ ഭവേ, സച്ചീലത്തെ കൊണ്ടു നടക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ഈ ശ്രീമഹാദേവനുമായിട്ട് ഈ ദക്ഷൻ അടിപിടി ലഹളുണ്ടാക്കാൻ എന്തേ കാരണം? വിദ്വേഷമകരോ കസ്മാത് അനാദിത്യ ആത്മജാം സതി. തന്റെ പുത്രിയായിരിക്കുന്ന സതിയെ പോലും അനാദരിച്ചുകൊണ്ട് ദക്ഷൻ ഇങ്ങനെയൊരു അപകടം കാണിക്കാൻ എന്തേ കാരണം? സ്വതവേ മഹാദേവനെ എല്ലാവരും കണക്കാക്കുന്നത് സാക്ഷാൽ ലോകഗുരുവായിട്ടാണ്. ലോകത്ത് ഏറ്റവും പ്രായമുള്ള സനകാദികൾ പോലും ഈ മഹാദേവന്റെ മുമ്പിൽ ചെന്ന് ഒന്നും ഉണ്ടാണ്ട് ഇരുന്ന അദ്ദേഹത്തിൽ നിന്ന് പൂർണ്ണമായിരിക്കുന്ന വിജ്ഞാനത്തെ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ചരാചര ഗുരുവാണ് ആ മഹാദേവൻ. അങ്ങനെയുള്ള കസ്തം ചരാചര ഗുരു നിർവൈരം ശാന്തവിഗ്രഹം ആത്മാരാമം കഥം ദ്വേഷ്ടി ജഗതോ ദൈവതം മഹ
ജഗത്തിന് തന്നെ ഈശ്വരനാണ് അദ്ദേഹം, ആത്മാരാമനാണ് അദ്ദേഹം, പരമശാന്തനാണ് അദ്ദേഹം, ആരോടും വൈര്യമില്ലാത്തതാണ് അദ്ദേഹം. അങ്ങനെയുള്ള മഹാദേവനെ ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഈ ദക്ഷൻ എന്തിനാണ് പുറപ്പെട്ടത് എന്ന് എനിക്കൊന്ന് കേട്ടാൽ തരക്കടില്ല എന്നുള്ള വിദുരരുടെ ചോദ്യം. പണ്ട് വിശ്വസൃത്തുക്കളുടെ ഒരു സത്രം നടക്കുകയുണ്ടായി. ആ സത്രത്തിൽ അധ്യക്ഷനായിട്ട് ദക്ഷനെയാണ് ബ്രഹ്മാവ് നിശ്ചയിച്ചത്. ഇങ്ങനെയുള്ളൊരു നിശ്ചയത്തെ കുറിച്ച് മേൽപ്പത്തൂരൊക്കെ കുറച്ച് നസ്യം പറഞ്ഞിട്ടുണ്ട്. ദക്ഷനാകട്ടെ വിധാതാവിന്റെ അഭിലാളന കൊണ്ട് കുറച്ചൊരു അഹങ്കാരിയായി തീർന്നു എന്ന്. അങ്ങനെയുള്ള ദക്ഷൻ അധ്യക്ഷനായിട്ടുള്ള ഈ സഭയിൽ ദക്ഷൻ വന്നപ്പോ ആ ദക്ഷന് മുമ്പിലിരിക്കുന്ന മഹാദേവന്റെ ഇരിപ്പ് കണ്ടതും അവന് പിടിച്ചില്ല. എല്ലാവരും ചാടി എഴുന്നേറ്റ് ദക്ഷനെ വന്ദിച്ചുവല്ലോ. അവിടെ അഗ്നി, വരുണൻ തുടങ്ങിയതായിട്ടുള്ള ആളുകളൊക്കെ ചാടി എഴുന്നേറ്റ് ദക്ഷനെ വന്ദിച്ചിട്ടുണ്ട്. പക്ഷേ തന്നെ ഈ മഹാദേവനെ അനാദരിച്ചു എന്നാണ് ദക്ഷന് തോന്നിയത്. ആ ദക്ഷൻ തനിക്കുണ്ടായ ആ ഒരു പിടിക്കായ അതാദ്യം പ്രകടിപ്പിച്ചത് പുരികം വളർത്തിട്ടാണ്. ഒരു പന്തിയല്ലാത്തൊരു നോട്ടം. ആ നോട്ടം കണ്ടു കഴിഞ്ഞാൽ ദഹിക്കും എന്നാ തോന്നുന്നത്. ആ തരത്തിലുള്ള ദേഷ്യമാണ് ദക്ഷന് വന്നിട്ടുള്ളത്. ശൂയനാം ബ്രഹ്മഋഷയ, അല്ലയോ ഇവിടെ വന്നു കൂടിയിട്ടുള്ള ബ്രഹ്മഋഷികളായിട്ടുള്ളവരെ നിങ്ങളെല്ലാവരും കേൾക്കണം. ഇവിടെ വന്നിട്ടുള്ള എല്ലാ ദേവന്മാരും കേൾക്കണം. നിങ്ങളെ മുമ്പിൽ വന്നിരിക്കുന്ന സാധുക്കളായിട്ടുള്ള ആളുകളായതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ചിലത് പറയാനുള്ളത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ഈ വന്നിരുന്ന ഒരുക്കം നിങ്ങളോട് പ്രത്യേകിച്ച് മുഖമുടിയൊന്നും ഇല്ലാണ്ട് പറയാൻ നടക്കുന്നത് കേട്ടാൽ ഇയാളെന്തോ വിവരക്കേട് പറയാണ്. ഇയാൾക്ക് ഇവരിക്കുന്ന ആൾക്കാരോടുള്ള മത്സരബുദ്ധി കൊണ്ട് ഒരുക്കം വേണ്ടാത്ത പറയാമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ അജ്ഞാനം കൊണ്ട് പറയല്ല, മത്സരബുദ്ധി കൊണ്ട് പറയല്ല, സത്യം സത്യമായിട്ട് പറയണമെന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ്. ഇവിടെ ഈ ലോകപാലന്മാരായിരിക്കുന്ന എല്ലാവരും ഉണ്ടല്ലോ, ഇവരുടെ കൂട്ടത്തില് ഇവരുടെയും കൂടി യശസ്സിനെ കളങ്കപ്പെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഈ കൊള്ളരുതാത്തവനെ ഇവിടെ ഉണ്ടെന്ന് ചെയ്യണം. ആരാ ഈ കൂട്ടത്തിൽ കൊള്ളരുതാത്തവന്നാണുള്ളവരൊക്കെ നോക്കണതേ. ഇവിടെ വേറെ കൊള്ളരുതാത്ത ആൾക്കാരെയൊന്നും കാണില്ല. ഈ പ്രസംഗിക്കുന്ന ആളെയാണ് ഒരു ലേശം കൊള്ളരുതാത്ത ആളായിട്ട് ബാക്കിയൊക്കെ ഒരുവിധം കൊള്ളാവുന്ന ആൾക്കാരെ. അപ്പൊ ഒരു കൊള്ളരുതാത്തതൊന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങേ ഉള്ളൂ. പിന്നെ ഏതാരെ കിട്ടിയതായി കൊള്ളരുതാത്ത ആളെന്ന് പറയുന്നത് ലോകപാലാനായ യശോദ്ധമ. ഇതിന്റെ അപത്ര മാത്രമല്ല, ഒരു നാണെന്ന് പറഞ്ഞ സാധനം ഈ വിദ്വാനുണ്ടോ? ഏന സ്തബ്ധേന സദ്ധി ആചരിത പന്ഥ ദൂഷിത. ഈ ഒരു ഒറ്റ ഒരുവൻ സജ്ജനങ്ങളെ അവലംബിച്ചു പോകുന്നതായിട്ടുള്ള സന്മാർഗത്തെ ദുഷിക്കലേക്ക്, നേരാമെന്നുള്ള ഒരു മാർഗത്തെ ഇങ്ങനെ നശിപ്പിക്കല്ലേ ഇവൻ ചെയ്തത്. എന്റെ പിന്നാലെ നടന്ന് എന്റെ മകളെ അടിച്ചു പറ്റി. അല്ല, ഞാനത് ആലോചിക്കണമെന്ന് നോക്കും. ചില എന്റെ ഉരക്കടന്ന് വെച്ചാൽ എന്തായാലും പറ്റി. ഇപ്പൊ പോയ ബുദ്ധിയാണെന്ന് വെച്ചാൽ പറ്റില്ലല്ലോ, അത് പോയി. മാത്രമല്ല, എന്നാൽ ഈ പിന്നാലെ നടന്നിട്ട് മകളെ ഞാൻ വിവാഹം കഴിച്ചു കൊടുത്ത അവസ്ഥയ്ക്കാണ്. വിവാഹം കഴിഞ്ഞാൽ സന്തോഷമായി എന്നൊരു വാക്കെങ്കിലും പറഞ്ഞിട്ടുമുണ്ട്. ഈ മക്കള ലോചന എന്റെ മാന്യതയാളായിട്ടുള്ള ആ മകളുടെ കയ്യിൽ പിടിച്ച് 4 ആളുകളുടെ ഇടയിൽ ഒരു വാക്കും കൂടി പറയാണ്ട് പൊക്കാൻ പോയി വിട്ടില്ല. വിവാഹം കഴിയോളം വലിയ നല്ല ക്ഷേമം. അത് കഴിഞ്ഞ് ഒരക്ഷരം ഉണ്ടാണ്ട് പ്രത്യുത്ഥാന അഭിവാചാരകെ വാചാപ്യകൃതമോചിതം, ഒരു നല്ല വാക്കെങ്കിലും പറഞ്ഞിട്ട്
അവിടുന്ന് പോവുക, അതുണ്ടായിട്ടില്ല. അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. കുളി അങ്ങനെ ഏർപ്പാടുകൾക്കില്ല. കുളിക്കുക എന്ന് വെച്ചാൽ അത് എന്താ സാധനം എന്ന് ചോദിക്കും. അങ്ങനെ ഒരു സ്വഭാവക്കാരൻ. വൃത്തിയില്ല, പുറമേക്ക് വൃത്തിയില്ല, ഉള്ളോണ്ട് വൃത്തിയില്ല. തീർച്ചയില്ല, ഉള്ളോണ്ട് വൃത്തിയുള്ള ഒരാള് വിവാഹം കഴിച്ചെടുത്ത് നിൽക്കുമോ? ഉള്ളു പുറം നന്നല്ല ഇവന്റെ. മാത്രല്ല എന്നിട്ട് വലിയ അഭിമാനിയായിട്ട് ഞാൻ തന്നെയാ കേവലം എന്ന നിലയ്ക്ക് അങ്ങനെ നടത്തും. എല്ലാ ധർമ്മത്തിന്റെ നിയമങ്ങളെയും തെറ്റിച്ച് നടപ്പാക്കിയോ. നാലാളുകളുടെ പേരെല്ലാം താമസം. ചില പ്രേതങ്ങളുടെ കിടക്കാണ് താമസം. സന്ധ്യ ആയി കഴിഞ്ഞാൽ വിധം മാറുകയും പിന്നെ അവിടെ കടന്ന് അങ്ങനെ നൃത്തം വയ്ക്കുക, പാട്ട് പാടുക. അതും സാമാന്യം പോലുള്ള ആൾക്കാരുടെ കൂടെ ഒന്നല്ല, ചില ഭൂതങ്ങളുടെ ഒപ്പം. നല്ലൊരു വസ്ത്രമൊന്നും ധരിക്കില്ല, മേല് മുഴുവൻ ഈ ഭസ്മൊക്കെ പൂശിക്കൊണ്ട് ഒരു നല്ല വസ്ത്രം ധരിച്ചിട്ട് ഇയാളെ കാണാനായിട്ടില്ല അർത്ഥം ഇന്ന് വരെ. ചിതാഭസ്മകൃപസ്നാന, ചിതാഭസ്മത്തിലാക്കുടി, അത് മേല് മുഴുവൻ തേച്ചാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. അങ്ങനെ എന്താണ് അപ്പുറം ചില ആൾക്കാര് കുളി ഇല്ല, പൗഡർ ഇടും നല്ലോണം, കുളിക്കില്ല. അതാണ് സദ്ഭിരാചരിത ബന്ധ ദൂഷിത. മുമ്പേക്ക് ആൾക്കാര് നല്ലോണം കുളിക്കും, പൗഡർ ഇട്ടില്ലെങ്കിലും ഇത്രയൊക്കെ സൗന്ദര്യം മതിയാണ്. ഇപ്പൊ അങ്ങനെയല്ല. ഇയാള് മുതലൊക്കെ എന്തായി തെളിഞ്ഞിരിക്കണോ? ഇപ്പൊ കുളിയില്ല, പൗഡർ ധാരാളം ഇടുന്നു. അതോ സാമാന്യം പോലത്തെ പൗഡർ ചിതാഭസ്മകൃപസ്നാന, ചിതാഭസ്മ മുഴുവനെ വെച്ച് തേക്കണം. പ്രേതസ്രക്ക്, കഴുത്തില് സാമാന്യം പോലെയുള്ള മാല ധരിക്കില്ല, ഈ അസ്ഥിജാലങ്ങളെ കൊണ്ടുള്ള മാലയാ ധരിക്കുക. പ്രേതസ്രം അസ്ഥിഭൂഷണ പതി പ്രമഥഭൂതാനാം തമോമാത്മാത്മകാത്മന. സന്മനസ്സുള്ള ഒരുത്തൻ പോലും ഇവന്റെ കൂട്ടത്തില് ഇങ്ങനെ ഒരു ഉന്മാദപ്പെട്ട് നടക്കുന്ന, ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഏറ്റവും കേവലം ശുചിത്വത്തിന്റെ കണിക പോലും ഇല്ലാത്ത ദുര്ഹൃദയനായ ഈ കൊള്ളരുതാത്തവന് എന്റെ മകളെ കൊടുത്തൂലോ, ഞാൻ കൊടുത്തൂലോ, കൊടുത്തൂലോ കൊടുത്തൂലോ, വേണ്ടി വന്നൂലോ എന്ന് പറഞ്ഞ് ഈ മഹാദേവനെ നിർത്തിക്കൊണ്ട് ദക്ഷൻ മാറത്തടിച്ച ആവലാതി പറയാം. നോക്കണം, മാന്യന്മാര് വന്നിരിക്കുന്ന സഭയാണ്. അവിടെ വന്നിട്ട് എല്ലാവർക്കും നമസ്കാരം എന്നും കൂടി പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ നിശ്ചയാത്തൊക്കെ അറിവില്ലാത്തോണ്ട് പറയാണ്, മത്സരബുദ്ധി കൊണ്ട് പറയാണ്, നീ എല്ലാവരും പറയണമെന്ന് പറഞ്ഞിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് പറഞ്ഞ് ഈ വക വേണ്ടാത്തൊക്കെ മഹാദേവനെ കുറിച്ച് ഇങ്ങനെ വിനിന്യൈവം സഗീശം അപ്രതീപം അവസ്ഥിതം ഇതൊക്കെ പറയണ സമയത്തും ഈ മഹാദേവന് വലിയ വ്യത്യാസമുണ്ടോ? അദ്ദേഹം ആ വന്നിരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ അതൊക്കെ ആസ്വദിച്ച് അവിടെ ഇരുന്നു. അതുകൂടി ആയിട്ട് ദക്ഷന് കുറച്ചും കൂടി ദേഷ്യം വർദ്ധിക്കുകയും വേണ്ടാത്തൊരു ഒരാളോട് പറയുന്ന സമയത്ത് അയാൾ അതേപോലെ ഇവിടും പ്രതികരിച്ചു വെച്ചാൽ കുറച്ചൊരു സമാധാനം ഉണ്ട്. വളരെയധികം അങ്ങോട്ട് ചുണ്ടിട്ട് വേണ്ടാത്തൊക്കെ പറഞ്ഞാലും അതൊക്കെ കേട്ട് തീർച്ചയായും ഇരിക്കുന്നത് കണ്ടില്ലേ, ഒന്നോട്ട് കൊടുത്താല് എന്നല്ലേ തോന്നുക. അതുപോലെ ദക്ഷ അധാപ ഉപസ്പൃശ്യ ശബ്ദം പ്രതക്രമേ. കഴിഞ്ഞ ദക്ഷൻ ആ ഇരിപ്പ് കൂടിയത് കണ്ടതോടുകൂടിയിട്ട് സഹിക്കാണ്ട്, ദേഷ്യം സഹിക്കാണ്ട് അയന്നു ദേവയജനെ ഇന്ദ്രോപേന്ദ്രാനിധി ഭവ സഹഭാഗം നലഭതാം ദേവയ്യ ദേവഗണാധമ. ദേവഗണാധമനായിരിക്കുന്ന ഈ വളരാത്തവന് ഇന്ദ്രോപേന്ദ്രാദികളായിരിക്കുന്ന ദേവൈഹി സഹ ദേവന്മാരോട് കൂടിയിട്ട് യജ്ഞഭാഗം മലഭതാം, രാഗഭാഗം കിട്ടാതെ സദസ്സിലുള്ള മറ്റാർക്കും ഇരുതര അഭിപ്രായം പറയാനില്ല. കാരണം സദസ്സിന്റെ അധ്യക്ഷനാണ് ദക്ഷൻ, പറയുന്ന മഹാദേവനാണ്.
മഹാദേവനെ കുറിച്ച് ഒരു വട്ടം പറയുന്ന സമയത്ത് ഇവരിപ്പോ ആരെങ്കിലും പ്രതികരിക്കാൻ നോക്കണോ? മഹാദേവൻ പ്രതികാരശേഷി ഇല്ലാത്ത ആളൊന്നുമല്ല. അപ്പൊ മഹാദേവനെ കുറിച്ച് എന്തെങ്കിലും പറയുന്ന സമയത്ത് മഹാദേവൻ അതൊക്കെ കേട്ട മുണ്ടാണ്ട അവിടെ ഇരിക്കുകയാണ് എന്ന് വന്നാൽ പിന്നെ ഇനി നമ്മളായിട്ട് പ്രതികരിക്കണോ എന്ന് വിചാരിച്ച സദസ്സിലുള്ളവരും ഒന്നും ആരും പ്രതികരിച്ചില്ല. പക്ഷേ ഇത്രയൊക്കെ പറയുന്നത് കേട്ടപ്പോൾ നന്ദീശ്വരന് അതൊട്ടും ഇഷ്ടായില്ല. മഹാദേവനെ കുറിച്ച് പറഞ്ഞത് തെറ്റില്ല. മഹാദേവൻ കേവലം തന്നെ ആയിരിക്കാം, ആമേ. പക്ഷേ ദക്ഷൻ പറഞ്ഞത് മുഴുവൻ ശരിയല്ലാന്ന് പറയാൻ പറ്റും. കുളിക്കണത് കണ്ടു ആരെങ്കിലും ഈ മേല് മുഴുവൻ ഈ ഭക്ഷണം വെച്ച് നടക്കാൻ അങ്ങനെ കുറെ കണ്ടിമാരുടെ കൂടെ വൈകുന്നേരം അങ്ങനെ തുള്ളിക്കാട് പറഞ്ഞത് ശരിയല്ലേ എന്ത് ചിലർക്ക് തോന്നിയെന്നാണ്. എല്ലാവർക്കും ഉണ്ടല്ലോ രണ്ട് പക്ഷം. അതുപോലെ ഇവിടെയും രണ്ട് പക്ഷം ഉണ്ടായി. ദക്ഷന്റെ പക്ഷക്കാരായിട്ടുള്ള ആളുകളുടെ കൂട്ടത്തില് ഭൃഗു മഹർഷി ഈ നന്ദീശ്വരനെ അങ്ങോട്ട് ശപിച്ചു. വെറുതെ അല്ലടോ നിങ്ങളുടെ ആളുകളൊന്നും നേരെയാവാത്തത്, നിങ്ങളുടെ ആളുകൾ മുഴുവനെ പാഖണ്ഡന്മാരായിട്ട് പോകെ എന്ന് അങ്ങോട്ട് ശപിച്ചു. ഈ പാഖണ്ഡന്മാരെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വഴിതെറ്റി സഞ്ചരിക്കുന്നവരെ, വേദം വിധിച്ചിട്ടുള്ള മാർഗത്തെ ആചരിക്കാണ്ട് സഞ്ചരിക്കുന്നവരെയാണ് യഥാർത്ഥത്തിൽ ഈ പാഖണ്ഡന്മാര് എന്ന് പറയുക. ഈ ബൗദ്ധരെയും ജൈനരെയൊക്കെ പാഖണ്ഡന്മാരെന്നൊക്കെ പറയുന്ന സമ്പ്രദായം. കാരണം അവര് വേദത്തെ അംഗീകരിക്കുന്നില്ല. ഇതാണ് അതിന്റെ കാരണം. അപ്പോ വേദമാർഗികളായിരിക്കുന്ന സജ്ജനങ്ങളുടെ പന്ഥാവിനെ അംഗീകരിക്കാൻ തയ്യാറാവാത്ത കൂട്ടരാണ് നിങ്ങള് എന്ന നിലയ്ക്ക് ഈ മഹാദേവന്റെ ആളിലെയൊക്കെ ശപിക്കുകയുണ്ടായി ഈ ഭൃഗു മഹർഷി. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉള്ള ശാപകോലാഹലങ്ങളായിട്ട് വിശ്വസത്തുക്കളുടെ ആ സത്രം അപകടമായിട്ടുണ്ട് കലാശിച്ചു. ഇങ്ങനെ ഇരിക്കുന്ന കാലത്താണ് വേറെ ആരും യാഗം ചെയ്യാൻ പുറപ്പെടാണ്ടി. കാരണം മഹാദേവന് യാഗഭാഗം കൊടുക്കാതെ എങ്ങനെ യാഗം ചെയ്യുക? ഈ സമയത്ത് ദക്ഷൻ തന്നെ പല യാഗങ്ങളും ചെയ്യാനായിട്ട് പുറപ്പെട്ടു വരുന്നു. അത്തരത്തിൽ ദക്ഷൻ ഓരോരോ യാഗങ്ങളായിട്ട് ചെയ്യാൻ പുറപ്പെട്ട സമയത്ത് കുറേശ്ശെ മറ്റ് ദേവന്മാരൊക്കെ അതിൽ പങ്കെടുത്താലും തെറ്റില്ല എന്നൊക്കെ നിരീക്ഷിച്ച് അതിൽ പങ്കെടുത്തിറങ്ങി കഴിഞ്ഞുകൂടണ്ടേ. അവര് തമ്മിൽ വൈരാഗിരിക്കും. കുറച്ചു കാലം കഴിഞ്ഞാൽ അവര് വൈരം കഴിഞ്ഞ് അങ്ങോട്ട് കെട്ടിപ്പിടിക്കും. നമ്മളത് ഈ കണ്ടു നിന്നോര് വിദ്യാമാര് ഒന്നിനും കൊള്ളാണ്ടേ. അപ്പൊ വെറുതെ ഉള്ള കാലം കളയണ്ട. ആര് യാഗം നടത്തിയാൽ നമുക്ക് കൂടൊരിക്കലേ വേണ്ടു തിരിച്ച് പല ആളും അവിടെ പോയി യാഗഭാഗം വാങ്ങി സാപ്പാട്ട് രാമന്മാരായിട്ട് കൂടാനും മതി. കുറധികം ബ്രഹ്മഋഷിമാരും ദേവഋഷിമാരും ഒക്കെ അതില് പങ്കെടുക്കാനായിട്ട് ബ്രഹ്മഋഷയ സർവേ ദേവഋഷി പിതൃദേവതാഹ ആസൻ കൃതസ്വസ്തേനാഹ തത്പത്ന്യശ്ച സഭർതൃകാഹ. എല്ലാവരും സകുടുംബ. ആദ്യമൊക്കെ അങ്ങനെയാ, വേണ്ട വേണ്ട ഞാൻ പോവില്ല എന്നൊക്കെ വെക്കണ ആളുകള് പിന്നെ ഈ കഞ്ഞിയുടെ പ്രശ്നം വരുന്ന സമയത്ത് കുറേശ്ശൊക്കെ പോയതാണ്. പിന്നെപ്പോ പൂവാകുമ്പോ എന്തായാലും ഒറ്റക്കായിട്ട് കൊണ്ടാകും. എന്തായാലും ഇപ്പോ സദ്യയല്ലേ ഒഴിവാക്കണമെന്ന് ചോദിച്ച സകുടുംബം എല്ലാവരും പുറപ്പെട്ടെടുക്കും. ഇങ്ങനെ ദക്ഷൻ നടത്തുന്ന യാഗത്തിനായിട്ട് ധാരാളം ആളുകൾ പുറപ്പെട്ട് യാത്ര തുടങ്ങി. ഈ സമയത്ത് പോണ ആളുകളുടെ കൂട്ടത്തില് ഈ ദക്ഷന്റെ മറ്റു പുത്രിമാര്, സതി അല്ലാത്ത പുത്രിമാര് ഒക്കെ ഉണ്ട്. പലരും യാത്രക്കായിട്ട് വേറെ വഴികളൊക്കെ ദക്ഷൻ യാഗം നടത്തുന്ന ദിക്കിലേക്ക് ഉണ്ടാച്ചാലും കൈലാസത്തിന്റെ മുകളിൽ കൂടെ തന്നെ പോവാൻ തിരിച്ചു. കാരണം എന്തെങ്കിലുമൊക്കെ ചെറിയ കനല എവിടെയെങ്കിലും ഉണ്ടാച്ചാൽ അപ്പം നമ്മൾ ഊരിപ്പെരിപ്പിക്കാനൊരു സാധ്യത വിചാരിച്ചാൽ നമ്മളാരും കിട്ടുന്ന ചാൻസ് കളയണല്ലോ എന്ന് വിചാരിച്ച് അവര് പോണ വഴിക്കൊക്കെ പോണ ആളുകളൊക്കെ ഈ കൈലാസത്തിന്റെ പാർശ്വഭാഗങ്ങളിലൂടെയും ഉപരിഭാഗത്തിലൂടെയൊക്കെ സഞ്ചരിക്കാൻ പറ്റും. അപ്പോഴാണ് സതീദേവി കാലത്ത് കുളി ദേവാലയമൊക്കെ കഴിഞ്ഞിങ്ങനെ മഹാദേവനായിട്ട് വർത്തമാനം പറഞ്ഞുകൂടി ശബ്ദം കേൾക്കുന്നത് നോക്കുമ്പോ ഈ ദക്ഷന്റെ യാഗത്തിന് പോകുന്ന സ്ത്രീകളുടെ വളകിരുന്നു അവരുടെ പാദസരത്തിന്റെ ശബ്ദം, അവര് വർത്തമാനം പറയുന്ന ശബ്ദം, ഇതൊക്കെ കേട്ടു. തതുപശ്രുത്യ നഭസി ഖേചരാണാം
കൽപതാം സഖീ ദാക്ഷായണീ ദേവി പിതുര്യജ്ഞ മഹോത്സവം. അവരുടെ വർത്തമാനത്തിൽ നിന്നാണ് മകളായിട്ടുള്ള ഈ സതി പിതുഹു യജ്ഞ മഹോത്സവം. അച്ഛനൊരു യാഗം നടത്തുന്നവരെ അറിഞ്ഞതന്നെ വിചാരിച്ചാൽ അറിയിക്കണമെന്നുണ്ടോ? മക്കളെയൊക്കെ അങ്ങനെ വിളിച്ചറിയിക്കണം. അച്ഛനും അമ്മയൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പുറപ്പെടുന്നുണ്ടാകുന്നുണ്ടെങ്കിൽ അവരത് ഉത്സാഹിക്കുന്നുണ്ടെന്ന് കേട്ടറിഞ്ഞാലും അവിടെ പോയി അത് വേണ്ടെങ്കിൽ ആക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് മക്കൾക്കുള്ളത്. അപ്പൊ എന്നോട് പറഞ്ഞില്ല നിരീക്ഷിക്കുകയല്ല വേണ്ടോ എന്ന് സതിക്ക് തോന്നും. വ്രജന്തീ സർവതോദിഭ്യ ഉപദേവ വരസ്ത്രിയ വിമാനയാനാസ്ത്രേഷ്ഠാഃ നിഷ്കകണ്ഠീഃ സുവാസസ. എന്താ അവരുടെയൊക്കെ ഒരു വസ്ത്രങ്ങളും ആഭരണങ്ങളും. ഈ വിശേഷത്തിലൊക്കെ സ്ത്രീകളൊക്കെ ചാടി പുറപ്പെട്ടു പോണത് ദിനാനാട്ടം കണക്കാക്കിയിരുന്നത് അടുക്കി വെച്ചിട്ടുണ്ടാവും. ഇന്നതിനെ കണക്കാക്കിയിട്ടേ ഇത് ശാന്തറെ മകളെ കൊടുക്കുമ്പോൾ അങ്ങോട്ട് പോകാനാണ്. അതൊക്കെ അങ്ങനെ സത്യഭാമ വീട്ടിലേക്ക് പോകുമ്പോൾ ധരിക്കാവുന്നത് ഇത്. പിന്നെ ഇത് അന്ന് കഴിഞ്ഞ മാസം ഇന്നൊരിക്കൽ പോയപ്പോൾ ധരിച്ച വസ്ത്രമാണ്. അത് ഇനി ആദ്യം ധരിക്കും. അത് പറ്റില്ല, അത് വരണ്ടാവും. അത് പിന്നെ അത് ധരിക്കില്ല. അങ്ങനെ പലതും ഉണ്ട്. അതൊക്കെ നോക്കിയപ്പോൾ സതീദേവി പ്രത്യേകം ശ്രദ്ധിച്ചു. എന്താ സാരി, ആ കഴുത്തിലെ മാല കണ്ടില്ലേ? ഇനി കഴുത്തില് മാല സ്ഥലമില്ല, നിഷ്കകണ്ഠികളായിട്ടാ അത്ര ആഭരണങ്ങളാണ് ധരിച്ചേക്കുന്നത്. ഓരോന്ന് പുറപ്പെട്ടു പോകണമെന്നാ പരസ്യം ഇത്തിരി പോകാന്നാ തോന്നുന്നു. അത്ര അധികം നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ചേക്കുന്നത്. ഇവിടെ ഉണ്ടാവും കുറെ. എന്തിനാണ് അതൊക്കെ അങ്ങനെ എടുത്തു വെച്ചിട്ട്? എന്തായാലും പുറപ്പെട്ടില്ല. ഞാനും പിന്നെ ദൃഷ്ട്വാ സ്വനിലയാഭ്യാസേലോലാക്ഷീഃ മൃഷ്ടകുണ്ടലാഃ പതിം ഭൂതപതിം ദേവം ഔത്സുക്യാൽ അഭ്യഭാഷത. പുറപ്പെടിക്ക് തന്നെ അദ്ദേഹത്തോടും പറയാം എന്ന് തീർച്ചയാക്കി സതീദേവി ഇവരുടെ ഈ കൊടക്കടക്കനും കഴുത്തിലണിഞ്ഞ മാലകളും നല്ല വസ്ത്രങ്ങളും അവരുടെ വർത്തമാനങ്ങളും ഒക്കെ കേട്ട് ഇങ്ങനെ നാലാട് കൂടുമ്പോൾ അവിടെ പോയി ഇന്ന് 4 വർത്തമാനമൊക്കെ പോയി ഇതൊക്കെ എൻ്റെ ജീവിതത്തിന് ഒരു രസം. അതൊന്നും ഇല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഈ വേപ്പെട്ട് നോക്കിയിട്ട് അദ്ദേഹത്തെ ഞാനും കാണുക, എന്നെ അദ്ദേഹവും കാണുക, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇങ്ങനെ കാലം കഴിച്ചിട്ട് എന്താ പ്രത്യേക പ്രയോജനം? ബന്ധുക്കളെയൊക്കെ കാണുക, അവരുടെ വർത്തമാനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക, പറയുക. അങ്ങനെ സുഖമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിക്കാത്ത അതാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യം. അപ്പൊ അതുകൊണ്ട് പോവുക. എന്തായാലും അമ്മയും സഹോദരിമാരെയും അച്ഛനെയൊക്കെ ഒന്ന് കാണും ചെയ്യാം. പക്ഷെ മഹാദേവനോട് പറയാണ്ട് പോയി, മഹാദേവൻ ഇല്ലാണ്ട് പോയി. അതുകൊണ്ട് മഹാദേവനോട് ചെന്ന് പറഞ്ഞു, ഇല്ലയോ മഹാദേവ, അങ്ങയുടെ പത്നിയുടെ അച്ഛനായിരിക്കുന്ന പ്രജാപതി, അങ്ങയുടെ പത്നിയുടെ അച്ഛനായിട്ടുള്ള പ്രജാപതി ഒരു യാഗം നടത്തുന്നുണ്ട്. അതിന് എത്ര ഉള്ള വിമാനങ്ങളിൽ അങ്ങനെ കയറി പോണത്. അവരെല്ലാവരും പോണ ആ യാഗത്തിൻ്റെ അവിടൊക്കെ പത്രാഭിസരാമ നമുക്ക് പോണ്ടേ, ഇതിന് പോണ്ടേ. നമ്മൾ അല്ലാത്തവരൊക്കെ പോകുന്നുണ്ട്. വിബുധാഹ വ്രജന്തിഹി, ദേവന്മാരും അങ്ങല്ലാത്തവരൊക്കെ തന്നെയാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങല്ലാത്തവരൊക്കെ പുറത്തു, നമ്മളെന്നെ പുറപ്പെടാത്തുള്ളൂ, നമുക്ക് കൊണ്ടേന്നാണ് ചോദിക്കുന്നത്. മാത്രമല്ല തസ്മിൻ ഭഗിന്യഹാമ, അവിടെ എന്റെ സഹോദരിമാരെ കൊണ്ടുണ്ടാവും, അതിന് ഞാൻ എന്താകുന്നത് എന്നാണെങ്കിൽ അവര് ഒറ്റയ്ക്കല്ല വന്നിട്ടുള്ളത്. പിന്നെയോ
അവരൊക്കെ അവരുടെ ഭർത്താക്കന്മാരുടെ കൂടെ വന്നിട്ടുള്ളത്. ഞാൻ അവിടെ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അത് നേരിയാവില്ല. എന്റെ ഭർത്താവോടെ നിങ്ങൾ തമ്മിൽ വലിയ സുഖത്തിലല്ലേ എന്നൊക്കെ അവര് നോക്കിയില്ലേ. അപ്പോ അന്നും എന്റെ കൂടെ പുറപ്പെടണം. അല്ല, അങ്ങനെയല്ല, ഞാനും അങ്ങയുടെ കൂടെ പുറപ്പെടാം. അങ്ങനെ നമുക്ക് പോണ്ടേ? ഇങ്ങനെ ഒരു കൂട്ടം ഈ മഹാദേവനോട് ദേവി ചോദിച്ചു തന്നെ. മാത്രമല്ല പല ന്യായങ്ങളും പറയരുത്. അച്ഛൻ്റെ അടുത്തൊക്കെ, അമ്മയുടെ അടുത്തൊക്കെ, ഗുരുനാഥന്റെ അടുത്തൊക്കെ ഒക്കെ പ്രത്യേകം ക്ഷണിച്ചിട്ടൊന്നും വേണ്ട പോവാൻ. അടുത്തുള്ള ബന്ധുക്കള്, സുഹൃത്തുക്കള്, ഇവരുടെയൊക്കെ അവിടെ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചെന്നത് നേരേക്ക് കൊടുക്കുക വേണ്ടത്. അപ്പൊ നമ്മൾ കൊണ്ടേ എന്നാണ് ദേവിയുടെ അഭിപ്രായം. അപ്പൊ മഹാദേവൻ അല്ലേ ശോഭനെ ദേവി പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. ബന്ധുക്കളുടെ അടുത്തൊക്കെ പ്രത്യേകം ക്ഷണിച്ചിട്ട് വിചാരിച്ചാലും പോണ്ടത് തന്നെയാണ്. പക്ഷേ നല്ല ജനങ്ങളുടെ അടുത്തൊക്കെയാണ് അപ്രകാരത്തിൽ പോണ്ടത്. താങ്കളുടെ കയ്യിലിരിക്കുന്ന കേമത്വങ്ങളിൽ അഭിമാനിച്ച് ഞാൻ ഇന്ന കേമത്വമുള്ള ആളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളുടെ അടുത്തേക്കല്ല അങ്ങനെ പോകണം. വിദ്യ കൊണ്ട്, ധനം കൊണ്ട്, സൗന്ദര്യം കൊണ്ട്, കുലമഹിമ കൊണ്ട് ഒക്കെ അഹങ്കരിക്കുന്ന ആളുകൾ സജ്ജനങ്ങളല്ല. അവരുടെ അടുത്തേക്ക് ഇങ്ങനെ ക്ഷമിക്കാതെ തന്നാൽ അവര് ചിലപ്പോ അതിനെ നല്ല അർത്ഥത്തിലല്ല സ്വീകരിക്കുക. അങ്ങനെ അഭിമാനികളായിരിക്കുന്ന ആളുകൾ അവിടെ ചെന്ന് ഒരു കൂട്ടം അവരുടെ കേരളം കാട്ടി തുടങ്ങിയാൽ നമുക്കായാലും അതെ. നമ്മളൊരു ഭവനത്തിലേക്ക് ചെന്നാൽ അവിടെ ഉള്ളവരെ അവരുടെ കേരളം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് നമുക്കും ഈ വലിയ വലിയ കള്ളു കേൾക്കാനാണ് ഞാനിപ്പോൾ വന്നത് എന്ന് നമുക്കും തോന്നുമല്ലോ. അപ്പൊ അവിടെ പിന്നെ ബുദ്ധിയുള്ളവരാകാറില്ല. അപ്പൊ അതുപോലെ സജ്ജനല്ല ഈ ദക്ഷൻ എന്നുള്ളത് കൊണ്ട് അവിടേക്ക് പോകണം എന്ന് എനിക്ക് അഭിപ്രായം. കാരണം അങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് നമ്മളെ പ്രത്യേകിച്ച് ക്ഷണിക്കാണ്ടെങ്കിൽ ചെന്നാൽ അവർക്ക് എന്താ തോന്നുക, നമ്മുടെ കൂട്ടത്തില് കൂട്ടാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് അവരെ ക്ഷണിക്കാണ്ടിരുന്നത്. ഇപ്പൊ വലിഞ്ഞു കയറി വന്നിരിക്കുന്നു എന്ന് അവർക്ക് തോന്നുക. മാത്രമല്ല അവര് അഭ്യാഗത ആരാണോ അവിടേക്ക് കടന്നു വന്നത് അവരെ വക്രധിയ അഭിചക്ഷതേ, ഇയാളെന്തോ കുരുട്ട് ബുദ്ധി ഉള്ളിൽ നിരീക്ഷിച്ചിട്ടാണ് അവിടേക്ക് കടന്നു വന്നേക്കുന്നത്. അല്ലെങ്കിൽ ക്ഷണിക്കാൻ പോകുന്ന കേരളം വരുന്ന കാര്യമുണ്ടോ എന്നാണ് അവർ വിചാരിക്കുക. ആരോപിതഭൂഭി അമരുഷമാക്ഷിഭി, പുലികപ്പളച്ച കണ്ണുരുട്ടി പിടിച്ച് അവരിങ്ങനെ നോക്കണ നോട്ടം കണ്ടാൽ പിന്നെ അവിടെ നിൽക്കാൻ തോന്നുന്നു. ശത്രുക്കളാണെങ്കിൽ പോലും ഇങ്ങനെയൊന്നും കാണിക്കില്ല. ഈ ചില ബുദ്ധികളായിരിക്കുന്ന ആളുകള് ഈ വകയൊക്കെ കാട്ടിക്കളിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ദിക്കിലേക്ക് പോവാണ്ടിരിക്കുകയാണ് നന്നാവ്. എപ്പോഴും നമ്മളെങ്ങനെയുള്ള ദിക്കിന് വേണം ചെന്നിരിക്കാൻ? സാത്വികമായിരിക്കുന്ന സ്ഥിതിയുള്ള സ്ഥലത്ത് വേണം ചെന്നിരിക്കാൻ. കാരണം ഭഗവാൻ വാസുദേവൻ സാന്നിധ്യം ചെയ്യുന്നത് സാത്വികമായിരിക്കുന്ന ആ സ്ഥിതിയുള്ള ദിക്കിൽ മാത്രമാണ്. രാജസ താമസ സ്വഭാവങ്ങളെ കൊണ്ട് അഹങ്കാരികളായിരിക്കുന്ന ആളുകളുടെ അടുത്ത് ഭഗവാൻ ഉണ്ടാവില്ല. മദ്ഭക്താഹ യത്ര ജായന്തി തത്ര തിഷ്ഠാമി നാരദ എന്നാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വലിയ വലിയ നാഹം വസാമി വൈകുണ്ഠേ മയോഗി ഹൃദയേ നവാ, ഞാൻ വൈകുണ്ഠത്തിലോ യോഗികളുടെ ഹൃദയത്തിലോ അല്ലായിരിക്കുന്നത്. പിന്നെയോ എന്റെ ഭക്തജനങ്ങൾ എവിടെയാണോ എന്നെ കുറിച്ച് ഗാനം ചെയ്യുന്നത് അങ്ങനെയുള്ള സ്ഥലത്തേ ഞാൻ ഉണ്ടാവുള്ളൂ. അല്ലാത്തൊരിക്കലൊന്നും എന്നെ അന്വേഷിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ സാത്വികമായിട്ടുള്ള സ്ഥലത്തെ പോവാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ദക്ഷൻ എന്നോട് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. വിശ്വസൃത്തുക്കളുടെ സത്രത്തിൽ വെച്ച് ചെറിയ ചെറിയ ചില കലകളിലേക്ക് ഉണ്ടായിട്ടുള്ളതാണ്. എന്നെ പല ദുർവാക്കുകളും പറഞ്ഞ് അദ്ദേഹം നിന്ദിക്കുകയുണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോ ഞാൻ എന്തായാലും നോക്കുന്നില്ല. ദേവിക്ക് പോണച്ചാൽ പോകാൻ വിരോധമില്ല. പക്ഷേ ദേവി അവിടെ പോയാൽ
എന്നെ കുറിച്ച് അദ്ദേഹം വേണ്ടാത്ത എന്തെങ്കിലുമൊക്കെ പറയുണ്ടായിച്ചാൽ അത് ദേവിക്ക് ചിലപ്പോൾ അമംഗളകരമായിട്ട് തോന്നി എന്നും വരാം. പിന്നെ ചിലപ്പോൾ ദേവിക്ക് തിരിച്ച് കൈലാസത്തിലേക്ക് വരാൻ സാധിച്ചില്ല എന്നും വന്നേക്കാം. അതുകൊണ്ട് പോവാണ്ടിരിക്കുകയാണ് നല്ലത് എന്ന് മഹാദേവന്റെ അഭിപ്രായം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് മഹാദേവൻ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു. എന്നാലും തന്റെ സുഹൃത്തുക്കളെ ബന്ധുക്കളെ ഒക്കെ കാണാനുള്ള ഉത്സാഹം കൊണ്ട് ദേവിക്ക് പോണം എന്നുള്ള വിചാരം വീണ്ടും വർദ്ധിച്ചു വന്നു. കണ്ണിങ്ങനെ ധാരധാരയായിട്ട് ഒഴുകാൻ തുടങ്ങി. പോണം, എന്നാലും മഹാദേവനെ നിന്ദിച്ച് പോയിട്ട് വയ്യ, പോവാണ്ടിരുന്ന അവരെയൊന്നും കാണാനും പറ്റില്ല. ഇങ്ങനെ വീണ്ടും വീണ്ടും ഉച്ഛ്വാസ നിശ്വാസങ്ങളെ കൊണ്ട് വെറുത്ത ദേവിക്ക് അല്ല ഒന്ന് പോയിക്കളെ. മഹാദേവൻ എന്തായാലും എന്നോട് തെറ്റൊന്നുമില്ല, അതൊക്കെ സാധിക്കും. മഹാദേവനെ ശുദ്ധഹൃദയനായിട്ട് അദ്ദേഹം എന്നെ സ്വീകരിക്കാണ്ടിരിക്കില്ല. ഞാനൊന്നും അവിടെ പോയി വന്നു വെച്ചിട്ട് അദ്ദേഹത്തിന് ആരോഗ്യമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ദേവി പോവാനായിട്ട് പോകും. പിന്നെയും അത്ര സ്നേഹസമ്പന്നനായിരിക്കുന്ന ഭഗവാന്റെ വാക്കു കേൾക്കാണ്ടൊന്ന് പോയാൽ കേൾക്കിയോ എന്ന് ദേവിക്ക് തോന്നും. പോണ്ടാതും ഇങ്ങനെ പോവുകയും വരികയും ചെയ്യുന്ന ദേവി രണ്ടുണ്ടോ എന്നിപ്പോ എഴുതും. ഓണദേവി ഭരണദേവി ഉണ്ടോ എന്നിങ്ങനെ തോന്നുന്നു. ഇങ്ങനെ ദേവി പോവാനായിട്ട് പുറപ്പെട്ട അവസരത്തില് പണ്ട് കുട്ടിക്കാലത്തുള്ള കളിപ്പാട്ടങ്ങൾ, തന്റെ പ്രിയപ്പെട്ടതായിട്ടുള്ള പല സാധനങ്ങളും സഞ്ചിയിലെടുത്തിട്ടാണ് ദേവി പുറപ്പെട്ടേക്കുന്നത്. ആ അച്ഛനോടുള്ള ഒരു സ്നേഹം അത് നിമിത്തമായിട്ട് ദേവി പോവാനായിട്ട് പുറപ്പെട്ട നന്ദീശ്വരനും മറ്റുള്ള കുറച്ച് ഭൂതഗണങ്ങളും ഞങ്ങൾ വരാം എന്ന് പറഞ്ഞ് ഒപ്പം പുറപ്പെട്ടു. എന്തായാലും കുറച്ച് ദൂരം പോവാണ്ടോ, ഞാനവിടെ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞ് നന്ദീശ്വരൻ പുറപ്പെട്ടു. കുറച്ചും കൂടി കഴിഞ്ഞില്ല, അവിടെ എത്തിച്ചേർന്നപ്പോഴേക്കും ദേവി വന്നതായിട്ട് ഒരാളും അവിടെ കണ്ടു നടിക്കുന്നില്ല. ജനങ്ങളൊക്കെ ദേവി വന്നത് കണ്ടു നടിച്ചു വെച്ചാൽ എന്തോ പ്രശ്നമാവും എന്നുള്ള നിലയ്ക്കാണ്. ഭയം കൊണ്ട് ജനങ്ങളാരും ഒരു തിരിഞ്ഞു നോക്കില്ല. പക്ഷെ അമ്മയും മറ്റ് സഹോദരിമാരും ഒക്കെ ഒന്ന് കണ്ടു നടിച്ചു. കുറച്ച് സ്നേഹവാക്കുകളൊക്കെ അങ്ങോട്ടും കുറേശ്ശെ ഇങ്ങനെ പറഞ്ഞു. എന്നാലും അച്ഛൻ കണ്ടു നടിക്കുന്നില്ല, ജനങ്ങളാരും കണ്ടു നടിക്കുന്നില്ല. എന്താ അതിന് കാരണം എന്നിങ്ങനെ അന്വേഷിച്ച ദേവി അവിടെ കണ്ടെത്തി. അരുദ്രഭാഗം തമവേക്ഷ്യജാധ്വരം. ആ അധ്വരം അരുദ്രഭാഗമായിരിക്കുന്ന അധ്വരമാണ്. ആ യാഗം രുദ്രന് ഭാഗമില്ലാത്ത ഒന്നാണ് എന്ന് ദേവിക്ക് മനസ്സിലായി. ദേവി തന്റെ ഭർത്താവായിരിക്കുന്ന ശ്രീമഹാദേവനെ യജ്ഞ സദസ്സിൽ വെച്ച് ദക്ഷനും മറ്റുള്ളവരും കൂടി നിന്ദിച്ചിരിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയിട്ട് ആ സഭയുടെ നടുക്ക് ഉയർന്നതായൊരു പീഠത്തിന്റെ മുകളിൽ കൈകൊണ്ട് ശ്രീമഹാദേവന്റെ മഹാത്മ്യങ്ങളെ പുറത്തുറക്കെ പറയാനായിട്ട് സാധിക്കുന്നു. ദേവിയുടെ കണ്ണുകളൊക്കെ ചുവന്ന് കൊടുത്തു. ലോകത്തെ തന്നെ ദഹിപ്പിക്കുമോ എന്ന് തോന്നുന്നത് പോലെയാണ് ദേവിയുടെ ആ കണ്ണുകൾ ചുവന്ന് കൊടുത്തത്. ദേവി ഒരു വണ്ണം പറയാനായിട്ട് പുറപ്പെടുകയാണ് കണ്ടതോട് കൂടിയിട്ട് കുറെ ഭൂതഗണങ്ങളൊക്കെ ചാടി പുറപ്പെട്ടു. അവരെല്ലാവരും കൂടി ചാടി പുറപ്പെട്ടപ്പോൾ ഒറ്റ നോട്ടം കൊണ്ട് തന്നെ അവരുടെയൊക്കെ കഥ പഠിക്കുന്ന വിധത്തിലാണ് ദേവി അവിടെ വിരാജമാനയായിട്ടുള്ളത്. ഈ ദക്ഷനെ പോലുള്ള ആളുകള് ലോകത്ത് വളരെ പുറത്തെഴുതുന്ന ദുഷ്ടന്മാരായിട്ടുള്ള ആളുകൾ. ഇവരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ സജ്ജനങ്ങളുടെ സ്വഭാവത്തിന് നേരെ വിപരീതമാണ്.
സജ്ജനങ്ങള് 100 ദോഷമുള്ള ഒരാളില് ഒരു ഗുണം ഉണ്ടെങ്കിൽ ആ ഗുണത്തെയാണ് അവർ സ്വീകരിക്കുക. എന്നാൽ ദുർജനങ്ങളുടെ സ്വഭാവം എന്താ? 100 ഗുണങ്ങളുള്ള ഒരാൾക്ക് അയാൾക്ക് ഒരു ദോഷം ഉണ്ടാക്കി നോക്കിയാൽ ആ ദോഷത്തെയാണ് അവർ കണക്കാക്കുക. ഈ എന്താണ് ജനാനാം പീയൂഷം ഭവതി ഗുണിനാം ദോഷകണിക എന്ന് സ്യന്തകം പറയുമ്പോ നാരായണീയത്തിലുണ്ട് ഒരു പ്രയോഗം. ജനങ്ങൾക്ക് അമൃത് കിട്ടിയ പോലത്തെ ഒരു സന്തോഷം. കിട്ടി 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 എന്താ എന്താ അയാളൊരു കുറ്റം എങ്ങനെയായിട്ട് നമുക്ക് തരുമല്ലോ. അയാളൊരു കുറ്റം ഒരു കുറ്റവും ചെയ്യാൻ ഒരാളുണ്ടാവില്ല. തീർച്ചയാണ് ഇയാളുടെ കുറ്റം ഇന്നതാണ് എന്ന് പറയണമെന്നാണ് കഴിയൊക്കെ കേമാണം. അദ്ദേഹത്തിന്റെ ആ ഇരിപ്പും നടപ്പും ഒക്കെ കേമാണ്. പക്ഷേ ബാക്കിയൊക്കെ കഴിയും. അപ്പൊ ഇങ്ങനെ ഈ ദോഷത്തെ മാത്രം സ്വീകരിക്കുന്ന സ്വഭാവക്കാരനായതുകൊണ്ടാണ് ദക്ഷന്റെ കൂടെ നടക്കുന്ന ആളുകൾക്ക് ഒരിക്കലും നേരെയാവാൻ സാധിക്കാത്തത്. ഒരു അത്ഭുതമില്ല. കാരണം ഇവരൊക്കെ ഈ നശിച്ചു പോകുന്ന ശരീരത്തെ ആത്മാവാണെന്ന് വാദിക്കുന്ന ആൾക്കാരാണ്. ഗുണഭക്തെ ആത്മാവാണെന്ന് വാദിക്കുന്ന ആളുകൾക്ക് മഹാത്മാക്കളെ നിന്ദിക്കുക എന്നുള്ളത് ഒരു വിഷയമല്ല. ഗുണഭക്തെ ആത്മാവായിട്ട് വാദിക്കുക എന്ന് വെച്ചാലോ നശിച്ചു പോകുന്ന ദേഹത്തിന് ഉള്ളതായിട്ടുള്ള കഴിവുകളൊക്കെ ചിരസ്ഥായികളാണ് എന്ന് കണക്കാക്കിയിട്ട് ആ കഴിവിൽ അഭിമാനിച്ച് അത്തരത്തിലുള്ള കഴിവുകൾ ഇല്ലാത്തവരെ നിന്ദിക്കുക. ഇതാണ് ഈ ഗുണവാത്മവാദികളുടെ സ്വഭാവം. ദേഹാഭിമാനികളുടെ സ്വഭാവം അതാണെന്ന്. നമ്മൾ ഒരാളെ നമസ്കരിക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ചില യോഗ്യതകളൊക്കെ കണക്കാക്കി വെച്ചിട്ടുണ്ടാവും. ആ യോഗ്യതകളൊക്കെ അയാൾക്ക് ഉണ്ടോ എന്ന് ആദ്യം നോക്കും. ആ യോഗ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അയാളെ നമസ്കരിക്കാം. അല്ലാണ്ട് ആരെയും നമസ്കരിക്കാമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും നല്ല നമ്മളുടെ നിലയ്ക്കുള്ള ചില വസ്ത്രം ധരിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇന്ന പകിട്ടൊക്കെ ഉണ്ടാവണം. അവർക്കുള്ള ആളുകളാണെങ്കിൽ നമസ്കരിക്കുകയും. ഭഗവാൻ ആരെയാണ് നമസ്കരിച്ചത്? കുചൈലം മലിനം കുചൈലനായിരിക്കുന്നു. നല്ലൊരു വസ്ത്രമില്ലാത്ത, നല്ലൊരു ആഭരണമില്ലാത്ത. എന്തിന്? നാലാൾ അദ്ദേഹത്തെ കണ്ടാക്കാതിരിക്കുക. അദ്ദേഹം താമസിക്കുന്ന ആ പ്രദേശത്ത് ലക്ഷ്മി ദേവിക്ക് അങ്ങനെ ഒരു പ്രദേശം ഉണ്ടെന്ന് അറിയുന്നില്ല. അത്ര ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാൾ, അങ്ങനെയുള്ള ഒരാളെ കണ്ടാൽ, പ്രത്യേകിച്ച് അങ്ങനെ ഒരു കണ്ടാൽ പറയത്തക്ക വിധത്തിലുള്ള കേമത്തൊന്നും ഇല്ലാത്ത ഒരാൾ, കാഴ്ചയ്ക്ക് കേമത്തൊന്നും ഇല്ലാത്ത ഒരാൾ, അങ്ങനെ ഒരാളെ കണ്ടാൽ നമുക്ക് നമസ്കരിക്കണമെന്ന് തോന്നുന്നു. നമ്മൾ നമസ്കരിക്കുക എങ്ങനെയുള്ള ആളിലെ ഒന്നൊക്കെ കുറച്ച് താടിയോ താടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. അതല്ലെങ്കിൽ കേമായിട്ടുള്ള കുറി തൊട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് രുദ്രാക്ഷമാലയോ സ്വർണ്ണമാലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴുത്തിൽ വേണം, അല്ലെങ്കിൽ ഒരു വീതിയുള്ള കരയുള്ള മുണ്ടെങ്കിലും ചുറ്റണം. അതും കൂടി ഇല്ലാത്ത ഒരാളെ നമസ്കരിക്കുക. ഒരു നല്ല വീതിയുള്ള കരയുള്ള ഒരു മുണ്ടും കൂടി ഇല്ലാത്ത ഒരാളെ എങ്ങനെയാ നമസ്കരിക്കാതെ നമുക്ക് തോന്നുക? അതെന്തുകൊണ്ടാ? നമ്മൾ ഒരാളുടെ യോഗ്യതയായിട്ട് പരിഗണിക്കുന്നത് ഭൗതികമായിട്ടുള്ള ചില പകിട്ടുകളാണ്. അത്തരത്തിലുള്ള പകിട്ടുകളെ കൊണ്ട് കേമത്വമുള്ള ഈ ദേഹത്തെ, അങ്ങനത്തെ പകിട്ടില്ലെങ്കിൽ ഈ ദേഹത്തിന് എന്താ? ഒരു നല്ല സ്വർണ്ണാഭരണമില്ലെങ്കിൽ, ഇല്ലെങ്കിൽ നല്ല വസ്ത്രങ്ങളില്ലെങ്കിൽ, ചില അലങ്കാരങ്ങളില്ലെങ്കിൽ, ഇതൊന്നും ഇല്ലെങ്കിൽ എന്താ ഈ ദേഹത്തിന് ഒരു സൗന്ദര്യമുള്ളത്? ഒന്നിനുമില്ലേ, യാതൊരു സൗന്ദര്യമില്ല. ഈ വക ചില അലങ്കാരങ്ങളെ കൊണ്ട് അത് സൗന്ദര്യമുള്ളതാക്കിക്കൊണ്ട് നടക്കുന്നത് കാണുമ്പോ ദേഹാഭിമാനികളായിരിക്കുന്ന ആൾക്കാരൊക്കെ അത് കൊണ്ടു നടക്കണം. അയാള് സാമാന്യം പോലെയൊക്കെ അത് കൊണ്ടു നടക്കണ്ടേ, അയാളെ നമസ്കരിക്കണേ എന്ന് തോന്നും. അത്രയും അത്ഭുതമില്ല. ഇതിലൊരു അത്ഭുതമില്ല. മഹാ
ഇത് അതുകൂടി വേണം. അത്രയും ക്ലേശമില്ലാത്തതാണ് ശിവശിവ 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 എന്ന് പറയുന്നത്. ഒത്തിരി ക്ലേശമില്ല. അങ്ങനെ യാതൊരു ക്ലേശമില്ലാത്ത മഹാദേവന്റെ നാമം ഒരാൾ ജപിക്കാൻ ശ്രമിച്ചു വെച്ചാൽ അവ ഉടനെ സകല പാപങ്ങളെയും ഇല്ലാതാക്കണമെന്നാണ്. മാത്രല്ല ഈ മഹാദേവന്റെ പാദപത്മത്തിന്റെ രസത്തെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് എത്ര ആളാണ് വരി വരി വരിയായിട്ട് കാത്തു നിൽക്കുന്നത്. യത്പാദപത്മം മനോടിനിഷേവിതം ബ്രഹ്മരസാസവാർത്ഥിഭി. ബ്രഹ്മരസാസവത്തെ ആസ്വദിക്കണം എന്ന് മോഹമുള്ളവരായ സജ്ജനങ്ങളായ വണ്ടുകളായി ആശ്രയിക്കും. സജ്ജനങ്ങളുടെ മനസ്സാകുന്ന വണ്ടുകളായി നിരന്തരം സേവിക്കപ്പെടുന്നതാണ് മഹാദേവന്റെ പാദപത്മം. മഹാദേവന്റെ പാദമാകുന്ന ആ താമരപ്പൂവിലിരിക്കുന്ന തേനെന്താ? ബ്രഹ്മരസം എന്ന ആസവമാണ്. ആ ബ്രഹ്മരസമാകുന്ന ആസവത്തെ ആസ്വദിക്കാനായിട്ട് മഹത്തുക്കളുടെ മനസ്സാകുന്ന അളികൾ വണ്ടുകൾ അതിനെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് വളരെ കൗതുകത്തോടു കൂടിയിട്ട് മോഹിക്കുക. ലോകസ്യ തന്നെ ആശ്രയിച്ചു വരുന്നവര് എന്തെന്ന് മോഹങ്ങളായിട്ട് വരട്ടെ, ആ വന്നു ചേരുന്ന ഭക്തജനങ്ങളുടെ ഒക്കെ മോഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കാൻ പാകത്തില് ഗുരുവായൂരപ്പനെ പറ്റിയിട്ടും മഹാദേവനെയൊക്കെ പറ്റിയിട്ടും ഒന്നെ പറയാതെ യോഗീന്ദ്രാണാം ത്വജംഗേഷു അധിക സുമധുരം മുക്തിഭാര്യാനിവാസോ ഭക്തവാനാം കാമവരുഷത്യുതരുകിസലയം എന്ന് ഭഗവാനെ പറ്റിയിട്ട് പറയുമല്ലോ. ഭക്തജനങ്ങളൊക്കെ സകല കാമങ്ങളെയും നടത്തി കൊടുക്കുന്നതാണ് ഭഗവാന്റെ പാദങ്ങൾ. മഹാദേവനായിട്ടിരിക്കുമ്പോഴും ആ സ്വഭാവത്തിന് വ്യത്യാസമൊന്നുമില്ല. അസദഭിഷയമംഘ്രിം ഭാവഗമ്യം പപന്നാൻ. പ്രപന്നന്മാരായിരിക്കുന്ന ആളുകൾക്ക് എന്തെന്ത് മോഹങ്ങളുണ്ടോ അതൊക്കെ സാധിപ്പിച്ചു കൊടുക്കുന്ന ഭഗവാന്റെ സ്വഭാവം ഏത് വേഷം കിട്ടിയാലും. മഹാദേവന്റെ വേഷം കിട്ടിയാലും അങ്ങനെ തന്നെയാണ്. മോഹിനിയെ ഏത് വേഷം കിട്ടിയാലും അങ്ങനെയാണ്. മോഹനനായിരിക്കുന്ന സാക്ഷാൽ മന്മഥനായിട്ട് വേഷം കെട്ടി വന്നാൽ അപ്പോഴും അതെ ഈ സ്വഭാവത്തിന് വ്യത്യാസമില്ല. ഏതാ സ്വഭാവം? ലോകസ്യ ലോകത്തിന് വേണ്ടതായ ആശിസ്സുകളൊക്കെ കൊടുക്കുന്ന സ്വഭാവത്തോടു കൂടിയ ആ പാദപത്മത്തെ അതിലിരിക്കുന്ന ബ്രഹ്മരസാസവത്തെ ആസ്വദിക്കണമെന്ന് മോഹിച്ച് മഹത്വക്കളുടെ മനസ്സുകളാകുന്ന വണ്ടുകൾ ആ പാദപത്മത്തിന് ചുറ്റും മൂളി മൂളി പറഞ്ഞു നടക്കുക. ഒരാളെ കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ പോയിരുന്നത് ആസ്വദിക്കാൻ എന്ന് വിചാരിച്ചിട്ട് അവര് ഇരിക്കണത്. ശിവാഖ്യമശിവം മവിദുസ്ത്വദന്യേ ബ്രഹ്മാദയസ്തം അവകീര്യജതാശ്മശാനേ തന്മാല്യഭസ്മം കമാല്യമസക്തിശാലൈഃ യേ മൂർധഭിർദധതി തച്ചരണാവസൃഷ്ടം. ഈ ശിവാഖ്യനെ അശിവൻ എന്ന താങ്കളല്ലാണ്ട് ഒരാളും അറിയില്ല. ദക്ഷനോട് പറയാം. അന്ന് മാത്രമേ ഈ ശിവനെ അശിവൻ എന്ന് വിളിക്കുന്ന ഒരാളുള്ളൂ. ബാക്കി ലോകരൊക്കെ അദ്ദേഹത്തെ ശിവ 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 എന്ന് വിളിക്കാറ്. അന്ന് മാത്രം അശിവൻ എന്ന് വിളിച്ചു. ബ്രഹ്മാദി ദേവന്മാരൊക്കെ ഇദ്ദേഹത്തിനെ പരത്തിട്ട് ശ്മശാനത്തിൽ നൃത്തം ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പാദസ്പരിശം കൊണ്ട് അലങ്കൃതമായിരിക്കുന്ന ആ ഭസ്മഭൂണികൾ ശിരസാവഹിക്കാൻ വേണ്ടിയിട്ട് മോഹിച്ച് ശ്മശാനത്തിലെ മഹാദേവൻ നൃത്തം ചെയ്യുമ്പോൾ പിന്നാലെ പോകും. മഹാദേവന്റെ ആ നൃത്തം ആസ്വദിക്കാനാണെന്നുള്ള മട്ടിൽ ബ്രഹ്മാനന്ദത്തിന്റെ ആ മഹാദേവന്റെ മഹിമ അറിയാതെ
ഉണ്ടായ എന്റെ ഈ ദേഹം അത് ഇനി ഞാൻ കൊണ്ടു നടക്കില്ല എന്ന് തീർച്ചയാക്കി ദേവി. പിന്നെയും ഒരുപാട് അവിടെ പറയുന്നു. അവസാനം ഇനിയിപ്പോ കൈലാസത്തിലേക്ക് ഇതിപ്പോ മഹാദേവന്റെ അടുത്തേക്ക് നീ ചെവി കൊത്തി ഓടിപ്പോയാൽ അവിടെ ചെന്നാൽ എന്തായാലും ചെവി കൈ വെക്കണമല്ലോ. അവിടെ ചെന്നാൽ അപ്പ മഹാദേവൻ ദാക്ഷായണി വന്നു എന്ന് ചോദിച്ചിട്ട് അവർ ചിലപ്പോ സ്വീകരിക്കുക. ദാക്ഷായണിക്ക് ദക്ഷന്റെ മകളാണ്, അത് അവിടെ ചെന്നാലും കേൾക്കേണ്ടി വരും. അതുകൊണ്ട് ഇനി ഞാൻ ഈ ശരീരമേ കൊണ്ടു നടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇതിപ്പോ ശവസമാനമായി. ഇതിലുള്ള മംഗളം ഒക്കെ നഷ്ടപ്പെട്ടു. കാരണം എന്താ? മഹാദേവനെ നിന്ദിച്ച ആളുടെ മകളായിട്ട് ഇരിക്കേണ്ടി വന്നതുകൊണ്ട് എന്റെ ഈ ദേഹം ഇന്ന് ശവത്തിന് സമാനമായി. ശവമായ പിന്നെ എന്നുള്ള നിലയ്ക്ക് ദേവി യോഗമാർഗത്തിൽ തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കാനായിട്ട് തീർച്ചയാക്കി ഒരു മഞ്ഞ വസ്ത്രം കൊണ്ട് ശരീരമൊക്കെ പൊതിഞ്ഞ് തൻ്റെ ദേഹത്തെ ആ യോഗാഗ്നിയിൽ ലഭിച്ചു. അതോടുകൂടിയിട്ട് മഹാദേവന്റെ ചില ഭൂതഗണങ്ങൾ ഒപ്പം പുറപ്പെട്ടേരുമല്ലോ. അവരൊക്കെ അവിടെ വലിയ ലഹള ഉണ്ടാക്കാൻ തുടങ്ങി. ഹാഹാകാരം പുറപ്പെടുത്തുകൊണ്ട് അവരെല്ലാവരും കൂടി ആയുധങ്ങൾ എടുത്തുകൊണ്ട് ദക്ഷന്റെ നേരെ പുറപ്പെട്ടപ്പോഴേക്കും ഭൃഗു മഹർഷി ഋഭുക്കൾ എന്ന് പറഞ്ഞൊരു സൈന്യത്തെ സൃഷ്ടിച്ച് അവരുമായിട്ട് ഗംഭീര യുദ്ധം തുടങ്ങി. ഈ സമയത്ത് ഭവോ ഭവാന്യാനിധനം പ്രജാപതേ അസത്കൃതായ അവഗമ്യമായതാൽ ശ്രീനാരദ മഹർഷിയുടെ മുഖത്തു നിന്ന് ഭവാനി ആ ദക്ഷനാകുന്ന പ്രജാപതിയായി നിരാകരിക്കപ്പെട്ടതുകൊണ്ട് ദേഹം ഉപേക്ഷിച്ചിരിക്കുന്നു എന്നുള്ള കഥന കേട്ടതോടുകൂടിയിട്ട് മഹാദേവനാവട്ടെ അതിഭീകരമായിരിക്കുന്ന കോപത്തെ സ്വീകരിച്ച് തന്റെ ജട പിടിച്ച് അതൊക്കെ എന്നവർ കുടഞ്ഞതോടുകൂടിയിട്ട് അതിൽ നിന്ന് അതിഭീമമായിരിക്കുന്ന ശബ്ദത്തോടുകൂടിയിട്ട് വീരഭദ്ര പെരുമാള് പുറത്തു ചാടി. അതികായനായിരിക്കുന്ന അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഒരറ്റം ആ ആകാശത്തേക്ക് ഒഴുകുന്നു തോന്നും. അനേകം കൈകള് ആ കാർമേഘത്തിന്റെ വർണ്ണം കണ്ണുകൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ 3 സൂര്യന്മാർ ഒലിച്ചതുപോലെയാണെന്നാ തോന്നുക. കരാളന്റെ നിഷ്ഠകള് ജ്വലിക്കുന്നതായിട്ടുള്ള അഗ്നിജ്വാലകളെ പോലെ ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നതായിട്ടുള്ള ജട, കപാലമാല ഇതൊക്കെ ധരിച്ചുകൊണ്ട് ഓരോരോ ആയുധങ്ങളെയും ധരിച്ച് ആ മുമ്പിൽ വന്നു നിൽക്കുന്ന വീരഭദ്രൻ കിങ് കരോമി, ഞാൻ എന്താ വേണ്ടത് മഹാദേവനോട് ചോദിച്ചു. കൈകൂപ്പി നിൽക്കുന്ന അദ്ദേഹത്തോട് പറഞ്ഞു ദക്ഷനെയും അവന്റെ യാഗത്തെയും നശിപ്പിക്കാനായിട്ട്. ഇതൊക്കെ കേട്ടതോടുകൂടിയിട്ട് കൊടുങ്കാറ്റ് പോലെ ദക്ഷയാഗശാലയുടെ അവിടേക്ക് എത്തിച്ചേർന്ന ആ വീരഭദ്ര പെരുമാളുടെ പെരുമാറ്റം കൊണ്ട് ഇതുവരെയൊക്കെ യാഗശാലയിൽ നല്ല വേദപാഠികളൊക്കെയാണ് കേട്ടത്. ഉദ്ഗാതാക്കളെന്നാണ് ഈ യാഗശാലയില് വേദം ഉച്ചരിക്കുന്ന ബ്രാഹ്മണരെയൊക്കെ പറയാം. അവരിങ്ങനെ എന്താണ് ഉദാത്തമായിരിക്കുന്ന സ്വരത്തിൽ അങ്ങനെ ഉച്ചരീസ്തരം യാഗത്തിന് വേണ്ടിയിട്ടുള്ള വേദമന്ത്രങ്ങളൊക്കെ ഉച്ചരിക്കുന്ന ശബ്ദമാണ് ഇതുവരെ അവിടെ കേട്ടേണ്ടത്. ഇപ്പോഴും അതെ സ്വരത്തിന് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. വാക്കേ മാറിയിട്ടു അട്ടിങ്ങനെ കൊള്ളാനേ ഇവിടുന്ന് ആരൊക്കെയാണെന്ന് നോക്കാട്ട അട്ടിച്ച് വിൽക്കുന്നതാണ്. ഈ യാഗത്തിന് പങ്കെടുക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു അവർക്ക്? താൻ പങ്കെടുക്കണ സ്ഥലം തനിക്ക് പങ്കെടുക്കാൻ യോഗ്യതയുള്ള സ്ഥലമാണോ എന്ന് നോക്കിയിട്ടല്ല, അവിടെ പോയി എന്തെങ്കിലും തരാമോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ. അപ്പൊ അവിടെ നിന്നപ്പോ കലശലായിട്ട് തന്നെ തരായതോടും കൂടിയിട്ട് അക്ഷരം നേരെ പുറപ്പെടില്ല. സ്വരത്തിന് വ്യത്യാസമൊന്നുമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവിടുന്ന് അപകടമായിട്ടുള്ള ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. ആ യാഗശാല മുഴുവൻ അടിച്ച് തകർത്ത് മഹാദേവനെ നിന്ദിച്ചതായിട്ടുള്ള ഓരോരുത്തരുടെയും ശരീരഭാഗങ്ങൾ നശിപ്പിച്ചു. ദക്ഷന്റെ കഴുത്ത് തന്നെ വെട്ടി. പണ്ട് നന്ദീശ്വരൻ പറഞ്ഞതുപോലെ
ആ ദക്ഷന്റെ ശിരസ് ചിലപ്പോൾ നഷ്ടമായിരിക്കും. പിന്നെ പല തോന്നിവാസങ്ങളും അവരവിടെ കാണിക്കുകയുണ്ടായി. അവർക്ക് തോന്നിയതൊക്കെ കാട്ടി. ആ യാഗത്തിനെ എങ്ങനെയൊക്കെ നിന്ദിക്കാമോ അത്തരത്തിലൊക്കെ കുണ്ടേഷു അമൂത്രയൻ കേച്ചിത്ത് വിഭിതു വേദിമേഖലാഹ. ചിലരൊക്കെ ആ വലിയ വലിയ കഴുകിന്റെ തൂണുകളൊക്കെ ഓരോ അടിക്കങ്ങനെ പൊട്ടിച്ച് വീഴ്ത്താൻ തുടങ്ങി. ചില ആൾക്കാരൊക്കെ ഹോമകുണ്ടൊക്കെ മൂത്തൊഴിച്ച് വീഴ്ത്താൻ തുടങ്ങി. ഈ വകയൊക്കെ കാണിച്ചു പോയി. അങ്ങനെ ആ യാഗം ഏതാണ്ട് പന്തിയല്ലാണ്ടെങ്കിലും അവസാനിച്ചു. അവിടെ വന്ന ആളുകളുടെയൊക്കെ കയ്യും കാലും കണ്ണും മൂക്കും എല്ലും പല്ലും ഒക്കെ നഷ്ടമായി. മഹാദേവന്റെ ആൾക്കൊക്കെ അവിടെ നിന്ന് പോയി. പ്രാണൻ പോയി കിട്ടിയെന്ന് വെച്ചാൽ ഇത്ര പ്രയാസമായിരുന്നില്ല. ഇതിപ്പോ ഒന്നിനും പറ്റാണ്ട് അങ്ങനെ തൂങ്ങിക്കിടക്കുക ഓരോരുത്തരുടെ കയ്യും കാലും ഒക്കെ. ഇതൊക്കെ ഒന്ന് നേരെയാക്കാൻ എല്ലാവരും നിശ്ചയിക്കാണ്ട് അവരെല്ലാവരും കൂടി ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചപ്പോ ഇത് നിങ്ങൾക്ക് വന്നത് നിങ്ങൾ ചെയ്തതായിട്ടുള്ള ചീത്ത പ്രവൃത്തിയിൽ പങ്കെടുത്തു എന്നുള്ള നിങ്ങളുടെ ഈ മഹാദേവനെ നിന്ദിക്കുന്ന സമയത്ത് അതിനെ ആസ്വദിച്ചു എന്നുള്ള നിങ്ങളുടെ ദുഷ്പ്രവൃത്തിയുടെ ഫലമാണ് ഈ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് ഇതിന് പരിഹാരം മഹാദേവനെ നേരിട്ട് ചെന്ന് കാണല്ലാണ്ട് വേറൊന്നല്ല എന്ന് പറഞ്ഞ് അവരെല്ലാവരെയും കൂട്ടി കൈലാസം അദ്രിപ്രവരം പ്രിയം പ്രഭോ. പ്രഭുവിന് ഏറ്റവും പ്രിയപ്പെട്ടതായ ആ അദ്രിപ്രവരനായിരിക്കുന്ന കൈലാസത്തിലേക്ക് എല്ലാവരും കൂടി പുറപ്പെട്ടു. അവിടേക്ക് പോണ വഴിയിൽ അവർ കാണുന്ന സുന്ദരങ്ങളായിരിക്കുന്ന കാഴ്ചകളെയൊക്കെ സജ്ജനങ്ങളുടെ മനസ്സും സ്വഭാവവും ഒക്കെ ആയിട്ട് അങ്ങനെ ഉത്പ്രേക്ഷിച്ചുകൊണ്ടുള്ള ചില സുന്ദരമായ വർണ്ണനകളൊക്കെ അവിടെ കാണും. എന്തായാലും വൈരൂര്യകൃതങ്ങളായിരിക്കുന്ന സോപാനങ്ങളും കടന്ന് വലിയ വടവൃക്ഷത്തിന്റെ ചുവട്ടിൽ ശാന്താകാരനായിട്ടിരിക്കുന്ന നിർവൈരനായിരിക്കുന്ന ആ മഹാദേവനെ അവരെല്ലാവരും ചെന്ന് കണ്ട് നമസ്കരിക്കും. സനകാദികളായിരിക്കുന്ന സജ്ജനങ്ങളൊക്കെ ബ്രഹ്മതത്വത്തെ മൗനവ്യാഖ്യ പ്രകടിതപരബ്രഹ്മതത്വം മൗനത്തിലൂടെ ഉപദേശിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ ദക്ഷിണാമൂർത്തിയായിട്ട് തന്നെ മഹാദേവൻ ദർശനം കൊടുത്തു. എല്ലാവരും വീട് നമസ്കരിച്ചു. മഹാദേവൻ എല്ലാവരും കൂടി കൊണ്ട് പുറപ്പെട്ടു വരാൻ എന്തേവോ വിശേഷിച്ച് എന്നുള്ള ഛായയില മഹാദേവൻ ഇങ്ങനെ നോക്കണമേ ഒന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള ഛായ. അപ്പോൾ ഓരോരുത്തരായിട്ട് പറഞ്ഞു തുടങ്ങി. എൻ്റെ കൈ പോയി, എൻ്റെ കാല് പോയി, എൻ്റെ പല്ല് പോയി, എൻ്റെ എല്ല് പോയി, എൻ്റെ താടി പോയി, പിന്നെ തല പോയി എന്നാണ് ദക്ഷൻ പറയാനുള്ളത്. പക്ഷെ അത് പറയണത് തല വേണ്ടേ, പറയണത് അത് പറയാൻ പറ്റില്ല. എന്തായാലും ഇങ്ങനെ ഓരോരുത്തരെ ഓരോന്ന് പോയതിൻ്റെ ദുഃഖം മഹാദേവനോട് പറയാൻ തുടങ്ങി. അപ്പൊ മഹാദേവൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ വേദനയൊക്കെ ഞാൻ മാറ്റിത്തരാം. നഷ്ടപ്പെട്ട അംഗങ്ങളൊക്കെ തിരിച്ച് അതുപോലെ തന്നെ കിട്ടിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ നഷ്ടമായിട്ടുള്ള അഹങ്കാരം അതുപോലെ തിരിച്ചു വരും. അതുകൊണ്ട് നഷ്ടപ്പെട്ട ശരീരഭാഗങ്ങൾക്ക് പകരം വേറെ ചില മൃഗങ്ങളുടെ ശരീരഭാഗങ്ങളൊക്കെ എടുത്തു വെച്ച് അതിൽ തൽക്കാലം ഒരു പരിഹാരം. പിന്നെ ദക്ഷന് ശിരസ്സാണ് വേണ്ടത്. ദക്ഷന് ശിരസ് കൊടുക്കണം എന്നാണ് ബ്രഹ്മാവ് പ്രാർത്ഥിക്കുന്നത്. ബ്രഹ്മാവ് മഹാദേവനോട് അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കുവധ്വരസ്യോദ്ധരണം ഹതസ്യ ഭോ ത്വയാ സമാപ്രസ്യ മനോ പ്രജാപതേ. ആ ദക്ഷന്റെ യാഗം അത് മുഴുമിക്കപ്പെട്ടില്ലേ, അത് മുഴുമിക്കാനായിട്ട് അങ്ങ് വന്ന് അനുഗ്രഹിക്കണം. മാത്രമല്ല ഇനി മുതലൊക്കെ അങ്ങേക്ക് യാഗഭാഗം ഉണ്ട്. എന്താ യാഗഭാഗം? ഏഷത്തെ വിദ്യ ഭാഗോസ്തു യദുച്ഛിഷ്ട അധ്വരസ്യ വൈ. യാഗത്തിന് ശേഷം ബാക്കിയായിട്ട് ഇരിക്കുന്നുവോ അതൊക്കെ മഹാദേവനുള്ള യാഗഭാഗം എന്ന നിലയ്ക്ക് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു
അതുകൊണ്ട് ഈ യാഗം മുഴുമിക്കാനായിട്ട് അങ്ങ് വരണേ എന്ന് പ്രാർത്ഥിക്കും. ഈ യാഗം മുഴുമിക്കാനായിട്ട് വരണേ എന്നിട്ട് പ്രാർത്ഥിച്ചാൽ ഈ മഹാദേവനെ പോലെ ഒരാളല്ലെങ്കിൽ പിന്നെ അവിടെ പോകും. മഹാദേവൻ പറഞ്ഞു, ഓ എന്നെന്താ ഞാൻ വരാലോ എന്ന് തയ്യാറായി. ഇത്ര അധികം നിന്ദിച്ച ഒരു നിക്രിക്ക് വേറൊരാളാക്കാൻ പോകും. പക്ഷെ മഹാദേവന് യാതൊരു ഭാവഭേദം ഉണ്ടായില്ല. അദ്ദേഹം പോവാൻ അതിനെന്താ വിരോധമില്ലല്ലോ എന്ന് പറഞ്ഞ് പോവാൻ തയ്യാറായി. ഈ ഒരാടിന്റെ തല മുറിച്ചിട്ട് ഈ ദക്ഷന് വെച്ചു. ദക്ഷന് തല കിട്ടിയതോട് കൂടിയിട്ട് ഒട്ടൊരു ബോധം വന്നു. പ്രജാപതി ശിവാവലോകാൽ അഭവത് ശരഭ്രത ഇവാമല. ശരത്കാലത്തുള്ള ആ മഞ്ഞുതുള്ളി പോലെ നിർമ്മലമായിരിക്കുന്ന ഹൃദയത്തോടു കൂടിയവനായി തീർന്നു. കിട്ടിയത് തലയടച്ചാലും ഹൃദയം ശുദ്ധായി ദക്ഷൻ. അതാണ് എന്തൊക്കെ പോയാലും ആളുകൾക്ക് ഓരോന്ന് ശുദ്ധാവാൻ നോക്കണം. ചില ആളുകൾക്ക് തല പോയാലേ ഹൃദയം ശുദ്ധാവുള്ളൂ, തല പോയാലും ഹൃദയം ശുദ്ധാവില്ല. അങ്ങനെയും വേണ്ടോ ചില ആളുകൾ? അങ്ങനെയുണ്ടേ. മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് ദക്ഷൻ തല പോയപ്പോ പെട്ടിട്ട് ഹൃദയം ശുദ്ധായി കിട്ടി. അത് ഏതുപോലെ നിർമ്മലമായിരിക്കുന്ന ശരൽക്കാലത്തെ മഞ്ഞുതുള്ളി പോലെ ശുദ്ധമായി തീർന്നു. മാത്രമല്ല മഹാദേവനോട് സ്തുതിക്കണം എന്ന് ദക്ഷന് തോന്നി. പക്ഷെ അനുരാഗം കൊണ്ട് വർദ്ധിച്ചതായിട്ടുള്ള ഭക്തി കൊണ്ട് അദ്ദേഹത്തിന് സ്തുതിക്കാൻ വാക്ക് കിട്ടാണ്ടേ. തന്റെ മകളെ കുറിച്ച് ഓർത്തിട്ടുള്ള ആ ദുഃഖം കൊണ്ട് മഹാദേവനോട് വേണ്ടാത്തത് പ്രവർത്തിച്ചുല്ലോ എന്നുള്ള ആ പ്രയാസം കൊണ്ടും കുറച്ച് സ്തുതിക്കാനായിട്ട് ആ ദക്ഷന് സാധിച്ചില്ല അർത്ഥം. പിന്നെ ക്രമേണ ദക്ഷൻ സ്തുതിക്കുന്നു. ആ സ്തുതിയുടെ അവസാനത്തിൽ ദക്ഷന്റെ ഒരു പ്രാർത്ഥന ഉണ്ട്. ഈ മഹാദേവ, ഇതുപോലെ അങ്ങയുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളുടെ ഇടയിൽ നിന്ന് ഞാൻ മാറ്റിയനായിട്ട് അവർ പലതിന് വേറെ ഒഴുകി പോവുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടം തെറ്റിപ്പോണ ആട്ടിൻകുട്ടികളെ എപ്രകാരത്തിലാണോ ആ അജപാലകൻ കയ്യിലിരിക്കുന്ന വടി കൊണ്ട് എവിടെ കൈ പോണത് എന്ന് പറഞ്ഞ ഒന്നാമനെ ആ വടി കാണേ വേണ്ടു. അപ്പോഴേക്കന്നെ ഈ ആള് വെറുതെ പഞ്ചു കൊള്ളണമല്ലോ എന്ന് വിരിച്ച ഈ ആട്ടിൻകൂട്ടത്തിലേക്ക് തന്നെ ഒന്ന് ചേർന്ന് നിൽക്കും. അതുപോലെ പാല പശൂരിവ വിഭോ പ്രഗൃഹീതദണ്ഡ. ആ പട്ടിങ്ങനെ ഒന്നിനെ പിടിച്ചാൽ മതി, കല്ലണമെന്നില്ല, തല്ലിയിലെങ്കിലും ആ വടി ഒന്നിനെ കാണിച്ചാൽ ഞാൻ പിന്നെ ഒഴുകാണ്ടെന്നോളാം. കാരണം അങ്ങയെ നിന്ദിച്ചാൽ, അങ്ങയെ നിന്ദിച്ച കൂട്ടം തെറ്റി വേറെ വഴിക്ക് പോയാൽ എന്താക്കാവുക? അറുവാപദന്തം. ഞാൻ ഒടുക്കം നരകത്തിലാണ്. പക്ഷെ ഈ വിവരം ചെയ്തോ എന്താ ചെയ്യാ? അജ്ഞാനാണ് തലയിൽ മുഴുവനെ. അപ്പൊ ഈ അജ്ഞാനം കൊണ്ട് നല്ല വഴിക്കാമോ ഈ വഴിക്ക് പോവല്ല വേണ്ടത്, അങ്ങോട്ട് പോവുക വേണ്ടത് എന്ന് തിരിച്ച് വഴി മാറി സഞ്ചരിക്കുമ്പോൾ നരകത്തിലേക്കാണുള്ളത് അറിയുന്നില്ല. അപ്പൊ അങ്ങയുടെ ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുപോകാതെ കൊണ്ട് എന്നെ രക്ഷിക്കണേ എന്ന് അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കഴിഞ്ഞ് യാഗം മുഴുമിക്കാനായിട്ട് ആ മഹാദേവൻ എത്തിച്ചേർന്നു. വിഷ്ണുപുരോടാശം ഹോമിക്കുന്ന സമയത്താണ് അവിടെ വിവാഹത്തിന് 8 തൃക്കൈകളും 8 ദിവ്യായുധങ്ങളും ധരിച്ചുകൊണ്ട് എത്തിച്ചേർന്നത്. എല്ലാവരും വെവ്വേറെ സ്തോത്രങ്ങളെ കൊണ്ട് ഭഗവാനെ ഭംഗിയായിട്ട് സ്തുതിച്ചു. ആ സ്തുതിയുടെ അവസാനത്തിൽ ഭഗവാൻ ആ യാഗമധ്യത്തിൽ വെച്ച് എല്ലാവരോടും ആയിട്ട് പറഞ്ഞു, അഹം ബ്രഹ്മാച സർവശ്ച ജഗതഃ കാരണം. ഞാൻ തന്നെയാണ് ബ്രഹ്മാവ് മഹാദേവൻ. ജഗത്തിന് പരമകാരണമായിരിക്കുന്നത് യാതൊന്നോ ആ ഞാൻ തന്നെയാണ് മഹാദേവനും ബ്രഹ്മാവും.
ഞാൻ എന്റെ മായയെ ഒപ്പം കൂട്ടിയുകൊണ്ട് സൃജൻ രക്ഷൻ ഹരൻ വിശ്വം ദധ്രേ സംജ്ഞാം ക്രിയോചിതാം. ക്രിയയ്ക്ക് ഉചിതമായിരിക്കുന്ന സംജ്ഞയെ ഞാൻ സ്വീകരിക്കുന്നു. എന്താണോ ക്രിയ, ആ ചെയ്യുന്ന ക്രിയയ്ക്ക് അനുസരിച്ചതായിട്ടുള്ള ഒരു രീതിയെ ഞാൻ അവലംബിക്കുന്നു. സൃഷ്ടി ചെയ്യുന്ന സമയത്ത് ബ്രഹ്മാവ്, സ്ഥിതി ചെയ്യുന്ന സമയത്ത് വിഷ്ണു, സംഹരിക്കുന്ന സമയത്ത് രുദ്രൻ എന്നിങ്ങനെ സംജ്ഞാഭേദങ്ങൾ ക്രിയയ്ക്ക് ഉചിതമായിട്ടാണ് സ്വീകരിക്കുന്നത്. അത്രയേ ഉള്ളൂ. ആട് വ്യത്യാസമല്ലേ. ഗോവിന്ദമാൻ കുടുംബത്തിരിക്കുന്ന സമയത്ത് ഗോവിന്ദമാന്റെ മകനെ സ്കൂളിൽ ചേർക്കാൻ പോയ സമയത്ത് അവിടെ നമ്മുടെ ടീച്ചർ ആരാ ചോദിച്ചു. വിഭിന്ന ഞങ്ങളെ ഒരിക്കലും കാണുന്നത് ത്രയാമേകഭാവനാം യോ ന പശ്യതി വൈഭിദ്യാം സർവഭൂതാത്മനാം ബ്രഹ്മൻ സാക്ഷാന്തിമധിഗച്ഛതി. ഏകഭാവത്തിൽ ഇരിക്കുന്ന ഞങ്ങൾ മൂന്ന് പേരെയും ആരാണോ മൂന്നായിട്ട് കാണാണ്ടിരിക്കുന്നത് അവര് ശാന്തിയെ പ്രാപിക്കുന്നു. ശാന്താസമദൃശുദ്ധാഃ സർവഭൂതാനുരഞ്ജനാഃ യാന്ത്യന്യസാച്യുതപദം അച്യുതപ്രിയഗന്ധവാഃ എന്ന അടുത്ത പ്രകടനത്തിൽ ധ്രുവന്റെ കഥയിൽ തന്നെ പറയാം. താനവാദ രാജാവിന്റെ 2 ഭാര്യമാർക്ക് മക്കളായിട്ട് ഉത്തമനും ധ്രുവനും. രുചിക്കനുസരിച്ച് ജീവിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന സൗഖ്യമൊക്കെ ഉത്തമം തന്നെ, പക്ഷെ അത് ധ്രുവമല്ല, അതിന് ഉറപ്പില്ല. നീതിക്കനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അത് ധ്രുവമായിട്ടിരിക്കുക, സ്ഥിരത അതിനെയും. പക്ഷേ നമ്മളൊക്കെ ഈ കാല് നോക്കി നിൽക്കണം, താനവാദിന്റെ പോലെ ഒന്നുകൂടി കേമാവണം, ഒന്നുകൂടി നന്നാവണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് എന്താ ഇഷ്ടം? ആത്യന്തികമായിരിക്കുന്ന ശ്രേയസിനെ അല്ല നമുക്ക് ഇഷ്ടം. സുരുചി നിതരാമഭീഷ്ട, സുരുചിയാണ് നമുക്ക് ഇഷ്ടം. അപ്പ സുഖാണെന്ന് തോന്നുന്നതിനെ ആശ്രയിക്കുക. എപ്പോഴും സുഖം വരുന്നതിനെ ആശ്രയിക്കാൻ ഓർമ്മല്ല. തൽക്കാലം എന്താ സുഖം അതറിഞ്ഞു. ഇങ്ങനെ ഇരിക്കണ നമുക്കുണ്ടാവുന്ന ശ്രേയസിനെയും പ്രേയസിനെയും വേർതിരിച്ച് കാണിച്ചു തരികയാണ് ആ ധ്രുവകുമാരന്റെ കഥയിലൂടെ. സമാതാവിന്റെ ദുർവാക്കുകൾ കേട്ട അച്ഛനിരിക്കുന്ന സിംഹാസനത്തില് അച്ഛന്റെ മടിയിലിരിക്കാൻ സാധിക്കാണ്ട് ദുഃഖിച്ചു വന്ന ഉണ്ണിയോട് അമ്മ സുനീതി ഈ രാജ്യസിംഹാസനത്തൊക്കെ ഒന്നല്ല ഉണ്ണി, പിന്നെ എന്താ കേമായിട്ടുള്ളത്? ശ്രീവാസ്തേവനായിരിക്കുന്ന ഭഗവാനിൽ ഭക്തി സമ്പാദിക്കുക, അദ്ദേഹത്തിന്റെ പ്രസാദം ഉണ്ടാവുക എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അത് സാധിച്ചോ എന്നാ കേമായി. അത് ഇല്ലേ പിന്നെ ഈ സിംഹാസനത്തിൽ ഇരുന്നതുകൊണ്ട് വലിയ തോന്നുന്നില്ല. എന്നിങ്ങനെയുള്ള ഉപദേശം കേട്ട് ശ്രീവാസുദേവനാകുന്ന ഭഗവാനിൽ ഭക്തി സമ്പാദിക്കാൻ തീർച്ചയാക്കിയിട്ട് ചെറിയ ഉണ്ണിയായിരിക്കുന്ന ധ്രുവൻ വനത്തിലേക്ക് പുറപ്പെട്ടതും കേവലം 6 മാസത്തെ തപസ്സുകൊണ്ട് തന്നെ ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായിരുന്നു. എൻ്റെ വാക്കും നോക്കും എൻ്റെ സകല ഇന്ദ്രിയ വൃത്തികളും മനസ്സും ബുദ്ധിയും ഒക്കെ ആയിട്ടിരിക്കുന്നത് ഈ വികാരപ്പം തന്നെയാണ്. അവസ്ഥനെ ബഹിസ്ഥിതനായിട്ട് കണ്ടു എന്നാണ് അവിടെ പറയാ. ഉള്ളിലിരിക്കുന്നത് യാതൊരു ഭഗവാനാണോ ആ ഭഗവാൻ തന്നെയാണ് ലോകത്തെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ള ആ തിരിച്ചറിവ് ധ്രുവനുണ്ടായി. ഇങ്ങനെയുള്ള ധ്രുവകുമാരൻ തൻ്റെ സഹോദരന്റെ കഥ കഴിച്ചതായ യക്ഷ യൂഥത്തിന്റെ നേതാവായിരിക്കുന്ന കുബേരന്റെ സൈന്യവുമായിട്ട് അതിഭീകര യുദ്ധം കഴിഞ്ഞ് ആ യുദ്ധത്തിന് കുബേരന്റെ ആളിലേക്ക് നാരായണാസ്ത്രം കൊണ്ട് ധ്രുവൻ തോൽപ്പിച്ചു തുടങ്ങിയ സമയത്ത് കുബേരൻ നേരിട്ട് വന്ന് യുദ്ധം നിർത്തണമെന്ന് മുത്തശ്ശന്റെ ഒപ്പം വന്ന് ആവശ്യപ്പെട്ടു. ധ്രുവൻ ഉടനെ യുദ്ധം നിർത്തിയപ്പോ എന്ത് വരാറുണ്ടത്? ഭഗവാനിൽ ഭക്തി അല്ലാണ്ട് വേറെ ഒന്നും വേണ്ട എന്ന് അദ്ദേഹം വരമായിട്ട് ഭക്തി മാത്രം സ്വീകരിക്കും. തൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് തനിക്ക് ഈ ഗതി ഉണ്ടായത്.
അങ്ങനെയുള്ള അമ്മയെ ഭഗവാൻ അനുഗ്രഹിക്കുന്നത് കണ്ട് മൃത്യുവിൻ്റെ മൂർധാവിൽ പാദം വെച്ചുകൊണ്ട് വൈകുണ്ഠലോകത്ത് ഭഗവാന്റെ പാദങ്ങളെ അവലംബിച്ചുകൊണ്ട് എല്ലാ ഗ്രഹക്ഷ താരാഗണങ്ങളാലും പ്രദക്ഷിണം വയ്ക്കപ്പെടുന്നവനായിക്കൊണ്ട് ആ കുമാരൻ പരിരസിച്ചതായിട്ടുള്ള കഥയാണ്. അവിടെയും സമദ്രിക്കുകളും ശാന്തന്മാരുമായിരിക്കുന്ന ആളുകള് ഭഗവാന്റെ പ്രിയപ്പെട്ടവരായിത്തീരുന്നു എന്ന് ബോധിപ്പിക്കുന്നു. ഏതായാലും ആ സമദ്രിക്ക് എന്നുള്ള ഭാവം സമ്പാദിക്കാനായിട്ട് സാധിക്കട്ടെ. നമുക്കെല്ലാവർക്കും ആരെയും ഭേദഭാവമില്ലാതെ കണ്ട് ആശ്രയിക്കാനായിട്ട് സേവിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഒരു കീർത്തനം ചൊല്ലി സമർപ്പിക്കുന്നു എല്ലാ വാക്കുകളും. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കോമളൻ ഘനശ്യാമളൻ മമകാര കണ്ണാവന്നാലും വെണ്ണയും ഗീതാവിന്നത്ത് കണ്ണാവിനെയും കാത്തിരിക്കും. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. വെണ്ണപാൻ തിന്നാൽ തൊണ്ടയിൽ തന്നു ദണ്ണമുണ്ടാമെന്നോർത്തുതാൻ കാച്ചിയ വാലിപ്പൊന്നിക്കിന്നത്തിൽ വെച്ചിതാ നിന്നെ കാക്കും. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. വന്നാലും കണ്ണ വന്നാലും കണ്ണ വന്നാലും മണി വന്നാലി വന്നാലും കണ്ണ വന്നാലും കണ്ണ വന്നാലും കുഞ്ഞിപ്പൈതലേ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. പൊഞ്ചിരം പൊച്ച കേൾക്കുന്നു കണ്ണ വഞ്ചിക്കാതിന്നു വന്നാലും ഇങ്ങീനും കേൾക്കാം എങ്ങി വന്നിൽ പൂമൽ കണ്ണൻ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. തൃക്കരത്തിലോടക്കൂടയുമായി സദസ് നീ വന്നാലും തൃപ്പാദങ്ങളിരിപ്പദാസം അർപ്പിച്ചിടട്ടെ സർവവും. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ
ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. സത്രത്തിന്റെ രണ്ടാം ദിവസം ഈ ഭക്തിയുടെ നേരാവുമ്പോഴും തന്നെ ഭക്തിയുടെ നേരാണപ്പോ ഭക്തിയുടെ ഇടയിൽ ഭക്തി എന്നുള്ളതാണ് നമ്മളെ സ്വന്തം ഒരു പ്രോഗ്രാം നിശ്ചയിച്ചതുവെച്ചാലും ഭക്തിയുടെ ഇടയിൽ ഭക്തിയായിട്ടെങ്കിലും നമുക്കതൊക്കെ കൊണ്ടു നടക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഭക്തിക്കായിട്ടുള്ള ഇൻ്റർവെല്ലിലാണ് വലിയ ഭക്തിയുടെ ഈ പ്രവാഹം ഇനിയും ഇവിടെ അമ്മ നമ്മുടെ അന്തർഹൃദയത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കും. ഹരികൃഷ്ണൻ്റെ അടുത്ത് ഞാനിരിക്കുമ്പോൾ താഴ്ത്തോന്നിരുന്നത് തന്നെ സത്യത്തിൽ അവരൊക്കെ ഉയരങ്ങളിലേക്ക് ഇത് എത്തിച്ചേരുകയാണ്. 3 വയസ്സിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഗുരുനാഥൻ ഗുരുവായൂരപ്പദാസും കൂടി ഹരികൃഷ്ണൻ്റെ നാട്ടിൽ അന്നൊരു വീട്ടിലായിരുന്നു വായന. ഉണ്ണിയായിട്ട് ഓടി വന്നതായ ഓർമ്മകൾ ഇവിടെ സദസ്യരെല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് ചിന്തിപ്പിച്ചുകൊണ്ട് ഭാഗവതത്തിൻ്റെ ഭക്തി പ്രവാഹത്തിലേക്ക് അങ്ങനെ നമ്മളെ എല്ലാം മറന്നുകൊണ്ട് എത്തിച്ചതായ വാക്കുകളുടെ ഒരു ജീവൻ എന്ന് പറയട്ടെ. ദിനീമിനെയും അമ്മ ശക്തി പകർന്നു കൊടുത്ത് ഹരികൃഷ്ണനെ ഉയരങ്ങളിലേക്ക് എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ശരണയുഗം. ശംഭോ ശങ്കര ശരണം മേ തവ ശരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ശരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ശരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ശരണയുഗം. രണ്ടു മണിക്ക് പാരായണവും 3:30 മുതൽ പ്രഭാഷണവും.